മെഴുവേലി ബാബുജിയുടെ ക്രൈം ത്രില്ലർ കടൽപ്പോര്. പുലിമുട്ടുകൾക്കു മുകളിലൂടെ തിരമാല അടിച്ചുയർന്ന് ചിതറി വന്നു. തർപ്പണാവശിഷ്ടങ്ങളടങ്ങിയ തൂശനില ഇരു കൈകളിലും ഉയർത്തി തലയ്ക്ക് മുകളിലൂടെ പിന്നിലേക്കെറിഞ്ഞു വിശ്വരൂപൻ ചാന്നാർ. പിന്നെ വലതു കൈയിലെ മോതിരവിരലിൽ നിന്നോ പവിത്രക്കെട്ടും ഊരിക്കളഞ്ഞ് തിരയിൽ 3 വട്ടം മുങ്ങിയുയർന്നു. തിരിഞ്ഞു നോക്കാതെ കരയിലേക്ക് നടക്കവേ നനഞ്ഞു കുതിർന്ന കസവുമുണ്ട് കാലുകളിൽ ഉടക്കി പിന്നോട്ട് വലിച്ചു. മുണ്ടൊന്നുളക്കിയിട്ട് ചാന്നാർ തിരത്തലപ്പിലൂടെ കരിമണ്ണിലേക്ക് കാല് കുത്തി. അയാളുടെ മുടിയിൽ നിന്നും വിരിഞ്ഞ നെഞ്ചിലെ രോമക്കെട്ടിൽ നിന്നും ഉപ്പുവെള്ളം താഴേക്കു ഇറ്റു. സ്വർണ്ണപ്പാമ്പിനെ പോലെ കയർ പിരിമാല നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. 50 വയസ്സുണ്ടെങ്കിലും 40-ൽ കൂടുതൽ തോന്നിക്കില്ല ചാന്നാർക്ക്. കരിമണലിലൂടെ 2 അടി നടന്നതും ശക്തമായൊരു തിര കൂടി പാഞ്ഞെത്തി സമുദ്രത്തിൽ സമർപ്പിച്ച എള്ളും പൂവും തൂശ നിലയുമടക്കം അയാൾക്ക് മുന്നിലേക്ക് അടിച്ചു കയറി വന്ന് ചിതറി. അവയിലൊരു നിമിഷം വിശ്വരൂപൻ ചാന്നാരുടെ കൂർത്ത നോട്ടം ഉടക്കി. അടുത്ത നിമിഷം പിന്നാലെയെത്തിയ മറ്റൊരു തിരയിൽ അവ പിന്നെയും സമുദ്രത്തിലേക്ക് മടങ്ങി. വിശ്വരൂപൻ ചാന്നാർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇത് 10ാം വർഷം അയാൾ ഓർത്തു. അനസൂയയുടെ ചിതാഭസ്മം ലയിച്ചു ചേർന്ന ഈ തൃക്കുന്നപ്പുഴ കടവത്ത്. തിരമാലകളുടെ ഹുങ്കാരത്തിൽ പാതിയമർന്ന് അവളുടെ ശബ്ദം ഇപ്പോഴും ചിതറി നിൽക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. വിശ്വേട്ടാ, കാലം ഏറെ കഴിഞ്ഞില്ലേ? ഇത്തരം ചടങ്ങുകളിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ഏട്ടനെന്തിനാ ഇങ്ങനെ? നിരീശ്വരവാദിയായിരുന്നല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ മാത്രം കൂടെയുള്ളവരുടെ കാര്യം തൃപ്തികരമായി കാണണമെന്നും മരിച്ചു കഴിഞ്ഞാൽ എന്തിന് കർമ്മങ്ങളെന്നും പറഞ്ഞിരുന്ന ആൾ. ഹോ! വിശ്വരൂപൻ ചാന്നാർ തല കുടഞ്ഞു. ഉപ്പുവെള്ളം മുത്തുകൾ പോലെ ചിതറി. 10 വർഷങ്ങൾക്ക് മുമ്പാണ് അനസൂയ 4 മക്കളെയും അയാളെ ഏൽപ്പിച്ചിട്ട് അജ്ഞാത ലോകത്തേക്ക് മറഞ്ഞത്. ഒട്ടും പ്രതീക്ഷിക്കാതെ കരയിൽ കയറിയ ചാന്നാർക്ക് പുതിയ മുണ്ടും ഷർട്ടും എടുത്തു നീട്ടി ഒരേയൊരു പെങ്ങൾ ഭാരതി അമ്മാൾ. ചാന്നാർ അത് വാങ്ങി തോർത്തുകൊണ്ട് തലയും ശരീരവും തുടച്ചു. പിന്നെ പുതിയ വേഷം ധരിച്ചു. കസവും മുണ്ടും ആകാശ നീലിമയുമുള്ള DHന്റെ ഷർട്ടും. തുടർന്ന് പേഴ്സിൽ നിന്ന് 1000ന്റെ 5 നോട്ടുകൾ എടുത്ത് കർമ്മിയുടെ കൈവെള്ളയിലേക്ക് ഇട്ടുകൊടുത്തു. കർമ്മി ഭക്തി ആദരപൂർവ്വം നോട്ടുകൾ തൻ്റെ കണ്ണുകൾക്ക് മീതെ അമർത്തി വന്നിച്ചിട്ട് മടിയിൽ തിരുകി. വിശ്വരൂപൻ ചാന്നാർ പറഞ്ഞു, ഇത് 10ാം വർഷം. ഓർമ്മയുണ്ടല്ലോ? ഇത് അവസാനത്തേതുമാ. ഇനി കർമ്മങ്ങളില്ല. കർമ്മി തലയാട്ടി. ചാന്നാരുടെ കണ്ണുകൾ ഒരു വട്ടം കൂടി കടലിലേക്ക് നീണ്ടു. 2 പുലിമുട്ടുകൾക്കു നടുവിലൂടെ വിശാലമായ ജലപ്പെരുപ്പ് കാണാം. മത്സ്യബന്ധന ബോട്ടുകൾ ധാരാളം. ട്രോളിംഗ് നിരോധനം ആരംഭിക്കാൻ ഇനി 2 നാൾ കൂടി ബാക്കി. അതിനിടയിൽ കഴിയുന്നത്ര മത്സ്യം കോരിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മീൻപിടുത്തക്കാർ. ഇന്ധനം ലാഭിക്കാനായി 2 ചെറുബോട്ടുകൾ ഒരു വലിയ ബോട്ടിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് ചാന്നാർ കണ്ടു. ഭാരതി അമ്മാൾ അയാൾക്ക് ഒരു ചീപ്പ് കൂടി കൊടുത്തു. അയാൾ അത് വാങ്ങി മുടി പിന്നിലേക്ക് ചീകി വെച്ചു. പിന്നെ കട്ടിയുള്ള കൂട്ടുപിരികൾക്ക് മീതെയും മീശയിലൂടെയും ഒന്ന് ചീപ്പ് ഓടിച്ചു. പെൺമക്കളായ ക്ഷിപ്രയും റഷ്മയും മണിമോളും അയാളെ തന്നെ നോക്കിക്കൊണ്ട് 3.5 കോടി രൂപ വിലയുള്ള ബെന്റ്ലി ഫ്ലൈയിങ് സ്പർ കാറിൽ ചാരി നിൽക്കുകയാണ്. കടും നീല നിറമുള്ള കാർ. പോകാം. ചാന്നാർ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ഒന്നും പറയാതെ പെൺമക്കൾ പിന്നിലും, ഭാരതി അമ്മാൾ അയാൾക്കൊപ്പം മുന്നിൽ. കരിമണലിനെ മുന്നോട്ട് തെറിപ്പിച്ചുകൊണ്ട് കാർ പിന്നോട്ട് നീങ്ങി. പെട്ടെന്ന് തോട്ടപ്പള്ളി വലിയ ഴീക്കൽ റൂട്ടിലോടുന്ന കുളമ്പത്ത് ബസ് ചീറിപ്പാഞ്ഞു വന്ന് വളവിൽ വെട്ടിത്തിരിഞ്ഞു. വിശ്വരൂപൻ ചാന്നാർ ബ്രേക്ക് അമർത്തി. പിന്നെ നേരെ കടൽക്കരയിലൂടെയുള്ള റോഡിൽ ഇടത്തേക്ക് തിരിഞ്ഞ് വലിയ ഴീക്കൽ ഭാഗത്തേക്ക് പോയി. കാറിനുള്ളിൽ കൃത്രിമമായ ഒരു മൗനം തങ്ങി നിന്നു. ഭാരതി അമ്മാൾ ഇടയ്ക്ക് പിന്നോട്ട് തിരിഞ്ഞ് കുറ്റപ്പെടുത്തും മട്ടിൽ പെൺകുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചു. കടൽ ഭിത്തിക്ക് മുകളിലൂടെ പല ഭാഗത്തും തിരമാലകൾ റോഡിലേക്ക് തെറിച്ചുകൊണ്ടിരുന്നു. മിക്ക വീടുകളുടെയും മുന്നിലും റോഡിനിരുവശത്തും കരിമണൽ കൂമ്പാരം. തിരയ്ക്കൊപ്പം റോഡിൽ വീഴുന്ന കരിമണൽ JCB ഉപയോഗിച്ച് തള്ളിക്കൂട്ടിയിട്ടിരിക്കുകയാണ്. സഹസ്രക്കോടികൾ വിലയുള്ള കരിമണൽ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. യുറേനിയം, ടൈറ്റാനിയം, തോറിയം, ടങ്സ്റ്റൺ, സിർക്കോണിയം തുടങ്ങിയ ധാതുക്കൾ നിറഞ്ഞത്. തിങ്ങി നിറഞ്ഞ തെങ്ങുകൾക്കിടയിൽ സുനാമിയുടെ തിരുശേഷിപ്പുകളായി ചരിഞ്ഞതും തകർന്നുമായ വീടുകൾ, കടകൾ. പിന്നെ ഒക്കെ പിന്നിട്ട് കാർ നീങ്ങി. കടൽക്കാറ്റിൽ തെങ്ങോലകൾ ഇളകിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം വീശിയ ചൂടുകാറ്റിൽ കരിഞ്ഞ ചെടികൾ. ബെന്റ്ലി സ്പർ വട്ടച്ചാൽ കാടിൽ ജംഗ്ഷനിലെത്തി. കുറേ തൊഴിലാളികൾ അവിടെ കൂടി നിന്നിരുന്നു. ദേ, അങ്ങത്ത് വരുന്നു, ഒരാൾ പറഞ്ഞു. നമ്മൾ എന്നും ഇങ്ങനെ സഹായം ചോദിച്ചാൽ അങ്ങത്ത് എന്ത് കരുതും? മറ്റൊരാൾ. ഒന്നും കരുതില്ല. നമ്മുടെ എല്ലാ സങ്കട സമയത്തും സുനാമി സമയം ഉൾപ്പെടെ എന്ത് സഹായമോ അദ്ദേഹം ചെയ്തത്. ക്യാമ്പിലേക്ക് ചാക്കു കണക്കിനല്ലേ അരി വരെ എത്തിച്ചത്. പതുക്കെ, ഒരാൾ ചുണ്ടിന് മീതെ കൈ അമർത്തി. കാർ അടുത്തു വന്നതും അവർ കൈ കാണിച്ചു. വിശ്വരൂപൻ ചാന്നാർ കാറിൽ നിർത്തി. പവർ വിൻഡോ താഴ്ത്തി. എന്താ എല്ലാവരും കൂടി? കൂട്ടത്തിൽ സുമുഖനായ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. അങ്ങത്തെ കാണാൻ വേണ്ടി നിന്നതാ. അങ്ങത്ത്, അതാണ് വിശ്വരൂപൻ ചാന്നാർക്ക് നാട്ടുകാർ ഇട്ടിരിക്കുന്ന ഓമന പേര്.
കാര്യം പറഞ്ഞോ വിനോദേ? ചാന്നാർ ചിരിച്ചു. ഇത്തവണ ട്രോളിംഗ് നിരോധനം 2 മാസത്തേക്ക് നീട്ടാനാണല്ലോ കേന്ദ്ര സർക്കാർ തീരുമാനം. ഞങ്ങൾ കടലിൽ പോകുന്നൊരു പട്ടിണിയിലാകും, അറിയാമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു ഫണ്ട് സ്വരൂപിക്കുക. ഓരോ തൊഴിലാളികളുടെ വീട്ടിലും അരിയും പലവ്യഞ്ജനങ്ങളും എത്തിക്കാനാ തീരുമാനം. അങ്ങത്ത് കാര്യമായിട്ട് സഹായിക്കണം, അവൻ ഭവ്യതയോടെ പറഞ്ഞു. അതിനെന്താ? അയാൾ കൈനീട്ടി കാറിൻ്റെ ഡാഷ് ബോർഡ് തുറന്നു. പേനയും ചെക്ക് ബുക്കും എടുത്തു. സ്റ്റിയറിംഗ് വീലിൽ വെച്ച് 50,000-ൻ്റെ ക്യാഷ് ചെക്ക് എഴുതി ലീഫ് വലിച്ചു കീറി നീട്ടി. തൊഴിലാളികളുടെ കണ്ണുകൾ തിളങ്ങി. പിന്നെ നാളെ കഴിഞ്ഞ് കല്യാണമാണ് കേട്ടോ. ഞങ്ങളെ വിളിക്കുന്നില്ലേ അങ്ങത്തെ? പ്രായമുള്ള ഒരാൾ തിരക്കി. തീർച്ചയായും. വിവാഹ പിറ്റേന്ന് നാടടച്ച ഒരു പാർട്ടിയുണ്ട്, എല്ലാവരും എത്തണം. ഓ. പവർ വിൻഡോ ഉയർന്നു. ഒരു സ്രാവിനെ പോലെ കാർ മുന്നോട്ട് കുതിച്ച് ഇടത്തേക്ക് തിരിഞ്ഞു. കായംകുളം കായലിനും കടലിനും ഇടയിൽ ഒരു കൂറ്റൻ മാളിക. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമുള്ളത്. കനത്ത മതിലിൽ സ്വർണ്ണലിപിയിൽ വീട്ടുപേര്. ഉദയാസ്തമയം. ചാന്നാർ കരുതി തന്നെ ഇട്ടതാണ് ആ പേര്. രാവിലെ നോക്കിയാൽ കായലിനപ്പുറത്ത് സൂര്യൻ്റെ വരവും വൈകിട്ട് കടലിലേക്കുള്ള മടക്കവും കാണാവുന്ന ആ പ്രദേശത്തെ ഏക വീടാണ് ചാന്നാരുടേത്. 25ഓളം മത്സ്യബന്ധന ബോട്ടുകളും വർക്കലയിലും കോവളത്തുമായി വിനോദസഞ്ചാരികൾക്ക് ഉപയോഗിക്കാൻ 10 സ്പീഡ് ബോട്ടുകളും ചാന്നാർക്കുണ്ട്. 4 മക്കളിൽ 3 പേർ ഒപ്പമുണ്ട്. ആണൊരുത്തനുള്ളത് ബാംഗ്ലൂരിൽ. ധ്രുവ് ചാന്നാർ, സൈബർ സെല്ലിൽ പ്രൊബേഷൻ ഇൻസ്പെക്ടർ. ഭാരതിയമ്മ റിമോട്ട് എടുത്ത് അമർത്തി. അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റ് ഇരുവശത്തേക്ക് നീങ്ങിപ്പോയി. കാർ അവിടം കടന്ന് പോർച്ചിലെത്തിയതും ചാന്നാരുടെ സെൽഫോൺ റിങ് ചെയ്തു. ക്ഷിപ്രയും റഷ്മയും മണിമോളും തിടുക്കത്തിലിറങ്ങി വീട്ടിലേക്ക് പോയി. പുറത്തിറങ്ങിയ ഭാരതിയമ്മ അവിടെ തന്നെ നിന്നു. ചാന്നാർ ഡോർ തുറക്കുന്നതിനിടയിൽ ഫോൺ എടുത്തു നോക്കി. ഏതോ പ്രൈവറ്റ് നമ്പർ. താല്പര്യമില്ലാതെയാണ് കാതോട് ചേർത്തത്. ഹലോ, ആരാണ്? മിസ്റ്റർ വിശ്വരൂപൻ ചാന്നാർ. പരുക്കൻ ശബ്ദം. അതെ. അയാളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. മകൻ ബാംഗ്ലൂരിലല്ലേ? ആണല്ലോ. ചാന്നാരുടെ നെഞ്ചിൽ പൊടുന്നനെ ഒരു ചൂണ്ടക്കൊളുത്ത് വലിഞ്ഞു. അവനെന്ത് പറ്റി? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ചാന്നാരുടെ കണ്ണുകളിൽ ജാഗ്രത മിന്നി. ഓ, ഭീഷണി പോലെ തോന്നുന്നല്ലോ. ചാന്നാർ പെട്ടെന്ന് ചിരിച്ചു. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളിലൊന്നിൽ അയാളുടെ നോട്ടം ചെന്ന് തറഞ്ഞു. ഭാരതി അമ്മാൾ മുരടനക്കിക്കൊണ്ട് സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നു. ഒന്നുമില്ലെന്ന് അയാൾ ആംഗ്യം കാട്ടി. തുടർന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വെള്ളച്ചരലുകൾക്ക് മീതെ കൂടി മുന്നോട്ട് നടന്നു. കായലിൽ നിന്ന് ചാൽ കീറി കിഴക്കേ മുറ്റത്തോട് ചേർന്ന് ഒരു ബോട്ട് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്പീഡ് ബോട്ടും ഹോണ്ട അക്വാട്രാക്ക് F-16 പേഴ്സണൽ വാട്ടർ ക്രാഫ്റ്റും കിടപ്പുണ്ട്. ചാന്നാർ ബോട്ട് ഹൗസിനോട് ചേർന്ന് മതിലിലെ അരഭിത്തിയിലിരുന്നു. അപ്പുറത്തുനിന്ന് പിന്നെയും ശബ്ദം വന്നു. ഭീഷണിയെ ഭയമില്ല നിങ്ങൾക്ക് അല്ലേ? ലവലേശമില്ല. കായലിലൂടെ ചെടി നിറച്ച ഒരു വള്ളം കഴുക്കോൽ ഊന്നി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഒരു മെല്ലിച്ച മനുഷ്യൻ. ഒരു നിമിഷം അയാൾ ചാന്നാരെ ശ്രദ്ധിച്ചു. അപ്പുറത്തെ ശബ്ദത്തിന് തീ പിടിച്ചു തുടങ്ങിയത് ചാന്നാർ അറിഞ്ഞു. എങ്കിൽ മിസ്റ്റർ ചാന്നാർ, നിങ്ങൾ ഭയക്കാൻ പോകുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട്. സ്വന്തം ഭാര്യയുടെ മരണത്തിൽ പോലും പതറാതെ നിന്നവനല്ലേ നിങ്ങൾ? വലിയ ഒഴുക്കിലെ രാജാവ്. താൻ ഭയക്കും, പതറും. ശരിക്കും. ഒരിറ്റു കണ്ണീർ ബാക്കിയില്ലാതെ ഒലിച്ചു പോകും. ചാന്നാരുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സൗമ്യഭാവം മാഞ്ഞു തുടങ്ങി. കായലിനു മീതെ എത്തിയ സൂര്യൻ അയാളുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. ഛീ, നിർത്തടാ. ഇത്രയും നേരം ഞാൻ താണുന്നത് തന്നെ അളക്കാൻ വേണ്ടി തന്നെയാ. നീ എത്രയ്ക്കങ്ങ് മേലേക്ക് കയറുമെന്നറിയാൻ. എടാ, ഞാൻ ആരാണെന്നാ നിൻ്റെ വിചാരം? ചാന്നാരുടെ ശ്വാസഗതിക്ക് വേഗമേറി. അപ്പുറത്തു നിന്ന് അടക്കിയ ചിരി കേട്ടു. എല്ലാം അറിയുന്നവൻ തന്നെയാ ചാന്നാരെ ഞാൻ. വാക്കുകൾ വീണ്ടും ബലപ്പെട്ടു. എങ്കിൽ പറയടാ, ഈ വരട്ടിൻ്റെ ലക്ഷ്യം. എൻ്റെ മോൻ്റെ ഒരവയവത്തിൽ പോലും നീയൊന്നും തൊടത്തില്ല. തൊടുന്ന വിരലുകൾ മാത്രമല്ല, അതിൽ വന്നെത്തുന്ന ഞരമ്പുകൾ പോലും വലിച്ചൂരിയെടുക്കും ഞാൻ. പിന്നെ നിന്നിൽ നിന്ന് നീണ്ടുപോകുന്ന രക്തബന്ധത്തിൻ്റെ ചങ്ങലുകളുണ്ടല്ലോ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, വിദൂര ബന്ധം വരെ. ഒന്നിനെയും ഈ ഭൂമിക്ക് മേലെ വെച്ചേക്കില്ല ഞാൻ. കൊത്തിയെറിഞ്ഞ കടലിൽ വിതറും സ്രാവുകൾക്ക് തിന്നാൻ. വികാര വിക്ഷോഭം കാരണം ചാന്നാർ കിതച്ചു. നീ പറ, നീ ആരെന്ന്? നിന്റെ ലക്ഷ്യവും അതിൻ്റെ കാരണവും എന്തെന്ന്? ലക്ഷ്യം. അപ്പുറത്തൊന്ന് നിർത്തി. ലക്ഷ്യം ഒന്നേയൊന്നു മാത്രം. മറ്റന്നാൾ നിങ്ങൾ വിവാഹിതനായിക്കൂടാ. അവളെ നിങ്ങൾ കെട്ടിയാൽ നിങ്ങളുടെ മകനെ ഞാൻ കൊല്ലും, സംശയം വേണ്ട. എടാ, പരിസരം മറന്ന് ചാന്നാർ അലറി. അതെ, അത് നടന്നിരിക്കും. ഇനി ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പില്ല. ഇത് ആദ്യത്തേതും അവസാനത്തേതുമാണ്. അപ്പുറത്ത് ഫോൺ കട്ടായി. റാസ്കൽ. ചാന്നാരുടെ പല്ലുകൾക്കിടയിൽ രോഷം അമർന്നു ഞെരുങ്ങി. ആരാട്ടാ? പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഭാരതി അമ്മാൾ. ചാന്നാർ തലവെട്ടിച്ചു. ഏതോ ഒരുത്തൻ ഞാൻ വിവാഹം ചെയ്യരുതെന്ന്. ഭാരതി അമ്മാൾ മൂളി. പലർക്കും അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ ഏട്ടാ, ഒന്നിരുത്തിയാണ് അവർ പറഞ്ഞത്. ചാന്നാർ ഒരു നിമിഷം മറുപടി പറഞ്ഞില്ല. പിന്നെ തിരക്കി. കുട്ടികൾ എന്തു പറയുന്നു ഭാരതി? റഷ്മയ്ക്കും മണിമോൾക്കും കാര്യമായ പ്രശ്നമില്ല. പക്ഷേ ക്ഷിപ്ര, അവൾ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇനി ഈ 50-ാം വയസ്സിൽ അച്ഛൻ എന്തിനു വിവാഹം കഴിക്കുന്നുവെന്നാണ് അവളുടെ ചോദ്യം. അമ്മയുടെ സ്ഥാനത്ത് അവൾക്ക് മറ്റാരെയും കാണാൻ പറ്റില്ല പോലും. ചാന്നാർ തലയാട്ടി.
അനസൂയയുടെ അനുജത്തിയെയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. ദീർഘകാലം അവൾ വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിക്കാതെ നിന്നുപോയതും. ഇപ്പോൾ എന്നേക്കുമായി അവൾ മടങ്ങി വന്നിരിക്കുകയാണ്. മാതാപിതാക്കളോ മറ്റു സഹോദരങ്ങളോ ഇല്ലാത്തതിനാൽ ഒറ്റയ്ക്കാണ് താമസം. ഹരിപ്പാട്. ആ നിലയ്ക്ക് തനിക്കും ഒരു കൂട്ടാകുമല്ലോ എന്ന് കരുതിയാണ് ഈ പ്രൊപ്പോസൽ ഭാരതി കൊണ്ടുവന്നത്. ആദ്യമൊന്നും തനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടപ്പോൾ വിശ്വരൂപൻ ചാന്നാരുടെ മനമൊന്നും ഉലഞ്ഞു. ഭാരതി പോയിക്കോളൂ പറഞ്ഞിട്ട് അയാൾ തൻ്റെ ഫോണിലൂടെ ഒരു വീഡിയോ കോൾ അയച്ചു. രണ്ടാമത്തെ ബെല്ലിന് അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഡിസ്പ്ലേ സ്ക്രീനിൽ അതിസുന്ദരമായ ഒരു മുഖം തെളിഞ്ഞു. പത്മ. 30 വയസ്സുണ്ടെങ്കിലും 5 കുറച്ചേ തോന്നുമായിരുന്നുള്ളൂ. വജ്രം പോലെ തിളങ്ങുന്ന കണ്ണുകളും ചുവന്ന ചുണ്ടും സ്വർണത്തിൻ്റെ നിറമുള്ള ഒരു പെണ്ണ്. എന്താ ചേട്ടാ? അവളുടെ ചുണ്ടനങ്ങിയപ്പോൾ മുല്ലമുട്ടുകൾ പോലെയുള്ള പല്ലുകൾ അയാൾ കണ്ടു. രാവിലെ ബലിതർപ്പണത്തിന് പോയില്ലേ? പോയി മടങ്ങി വന്നതേയുള്ളൂ. മറ്റന്നാൾ ഞാൻ അവിടെ ഉണ്ടാകും. പിന്നെ ഈ വിളി വേണ്ടല്ലോ. അവൾ ചിരിച്ചു. ചാന്നാരുടെ മനസ്സൊന്നിടറി. തീർച്ചയായും. പിന്നെ അയാൾ ഇടയ്ക്ക് നിർത്തി. എന്തേ? പത്മത്തിൻ്റെ മുഖത്ത് ഉൾക്കണ്ട. ഒരു സംഭവമുണ്ടായി. അയാൾ ഫോണിലൂടെ വന്ന ഭീഷണിയെക്കുറിച്ച് പറഞ്ഞു. പത്മത്തിൻ്റെ മുഖം വാടി. ആരാ അയാൾ? അതറിയില്ല. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അതില്ല. പക്ഷേ അങ്ങനെ ഒരു ഭീഷണി വരണമെങ്കിൽ. ഇല്ല, ഞാനത് പറഞ്ഞാൽ ശരിയാവില്ല. എന്നോട് ദേഷ്യം തോന്നും. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇല്ല, നീ പറഞ്ഞോ. ധ്രുവിന് ഈ ബന്ധം ഇഷ്ടമല്ലല്ലോ. പ്രത്യേകിച്ച് അവൻ സൈബർ സെല്ലിലും. ആരെ കൊണ്ടെങ്കിലും അവൻ. ചാന്നാരുടെ നെറ്റിയിൽ ഞരമ്പുകൾ മുറുകി വലിഞ്ഞു. അവൻ അങ്ങനെ ചെയ്യുമോടി? പത്മ മറുപടി പറഞ്ഞില്ല. പക്ഷേ ധ്രുവ് കഴിഞ്ഞ ദിവസം ഫോണിൽ പറഞ്ഞത് ചാന്നാർ ഓർത്തു. ഇല്ല ചാ, എന്തൊക്കെ ന്യായവാദങ്ങൾ നിരത്തിയാലും അവർ അമ്മയുടെ അനുജത്തി ആയതുകൊണ്ടൊന്നും ഈ ബന്ധത്തിന് എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. അതിനുശേഷം ഇതുവരെ അവൻ തന്നെ വിളിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ വിളിക്കാൻ പത്മം. വിശ്വരൂപൻ ചാന്നാർ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. താനും മകനും തമ്മിൽ കൂട്ടുകാരെ പോലെയുള്ള അടുപ്പമായിരുന്നു എന്നയാൾ ഓർത്തു. അങ്ങനെയുള്ള അവനിത് ചെയ്യുമോ? ചാന്നാർക്ക് ഉത്തരം കിട്ടിയില്ല. രാത്രി ഉൾക്കടൽ റാന്തൽ വിളക്കുകൾ കത്തി നിൽക്കുന്നതുപോലെ കടലിൽ അങ്ങോളം ഇങ്ങോളം വെളിച്ചം കാണാമായിരുന്നു. മത്സ്യബന്ധന ബോട്ടുകളിലേതാണ് അത്. ട്രോളിംഗ് ആരംഭിക്കും മുമ്പ് ഒരു വട്ടം കൂടിയെങ്കിലും മീൻ പിടിക്കണം. അത് കഴിഞ്ഞുള്ള ഇടവേള ബോട്ടിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റും നടത്താനുള്ളതാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തിടുക്കമുണ്ടായിരുന്നു. വിശ്വരൂപൻ ചാന്നാരുടെ എല്ലാ ബോട്ടുകളും കടലിലുണ്ട്. അവയിലൊന്ന് ഉദയ നമ്പർ 15 മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. പൊതുവെ മീൻ കുറവുള്ള സമയമായിട്ടും അന്ന് അവർക്ക് മതിയാവോളം കിട്ടി. ചാളയും അയലയും മാത്രമല്ല, ചൂരയും തേടും വരെ. കർത്താവേ, ട്രോളിന് കാലം പിടിച്ചു നിൽക്കാൻ നീ ഇത്രയുമെങ്കിലും തന്നല്ലോ. യാക്കൂബ് സന്തോഷത്തോടെ മാനത്തേക്ക് നോക്കി കുരിശു വരച്ചു. തെളിഞ്ഞ ആകാശം. അവർ 6 പേരുണ്ടായിരുന്നു ബോട്ടിൽ. ചാന്നാരുടെ പക്കൽ നിന്ന് വാടകയ്ക്കെടുത്തിരിക്കുന്ന ബോട്ടാണ്. ഇനി നമുക്ക് ഓരോന്നും പിടിപ്പിച്ചാലോ യാക്കൂബേ? സേവ്യർ ഫ്രീസർ അടച്ചിട്ട് ഒരു ബീഡി കത്തിച്ചു. വേണ്ട വേണ്ട. ഇനി കരയിൽ ചെന്നിട്ട്. യാക്കൂബ് സമ്മതിച്ചില്ല. കല്യാണത്തിന് നല്ല മീൻ കൊണ്ടുകൊടുക്കുന്നവർക്ക് ചോദിക്കുന്നത് തരുമെന്ന അങ്ങത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോയേക്കാം. പറഞ്ഞത് മണവാളനാണ്. മറ്റുള്ളവർ വല ചുരുട്ടി കെട്ടുകയായിരുന്നു. മണവാളൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഉൾക്കടൽ ശാന്തമായിരുന്നു. ബോട്ട് മെല്ലെ നീങ്ങി തുടങ്ങി. ക്രമേണ അതിന് വേഗമേറി. ബോട്ടിന് പിന്നിൽ ഒരരുവി കുതിച്ചു പായുന്നതുപോലെ വെളുത്ത പതയുടെ ഒരു ചാൽ രൂപപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞു. കടലിൽ എന്തോ കിടക്കുന്നത് കണ്ട് മണവാളൻ നെറ്റിക്ക് മീതെ കൈപ്പടം ചരിച്ചു വെച്ച് നോക്കി. എന്താ അത്? മറ്റുള്ളവരും കണ്ടു. ഒരാൾ ടോർച്ചെടുത്ത് തെളിച്ചു. ഒരു വള്ളം. പോയി. അതിൽ നിന്നൊരു മനുഷ്യൻ കൈകൾ ഉയർത്തി വീശുന്നു. വഴി തെറ്റിയതോ ഡീസൽ തീർന്നതോ ആവാം. ഒന്ന് നിർത്തി ചോദിക്കട മണവാള, യാക്കൂബ് നിർദ്ദേശിച്ചു. മണവാളൻ ബോട്ടിൻ്റെ വേഗം കുറിച്ചു. വള്ളത്തോട് മെല്ലെ അടുപ്പിച്ചു. എന്തു പറ്റി? സേവ്യർ വള്ളത്തിൽ നിന്ന് അവനോട് ചോദിച്ചു. എൻജിൻ കേടായിപ്പോയി. ഇത്തിരി വെള്ളം തരാമോ കുടിക്കാൻ? കൂട്ടത്തിൽ ഒരാൾ പിന്തിരിഞ്ഞു ബോട്ടിൽ സൂക്ഷിച്ചിരുന്ന വെള്ളത്തിൻ്റെ ഒരു കുപ്പി എടുത്തു കൊടുത്തു. താൻ എവിടുന്നാ? വിഴിഞ്ഞത്തൂന്ന്. അവിടെ നിന്ന് ഈ ഭാഗത്ത്? സേവർ നെറ്റി ചുളിച്ചു. അതെന്താ വന്നുകൂടെ? ചോദ്യം കേട്ടത് വള്ളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന്. ബോട്ടിലുണ്ടായിരുന്നവർ ഞെട്ടിത്തിരിഞ്ഞു. ആ ക്ഷണം കണ്ടു വള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന തലകൾ. 10ഓളം. അവർ വള്ളത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു. അപകടം. യാക്കൂബിൻ്റെ മനസ്സ് മന്ത്രിച്ചു. അടുത്ത നിമിഷം വള്ളത്തിൽ നിന്നവർ ആയുധങ്ങളുമായി ബോട്ടിലേക്ക് ചാടിക്കയറി. ബോട്ട് ഉലഞ്ഞു. ഒരുത്തനും അനങ്ങരുത്. കൂട്ടത്തിലെ നേതാവ് യാക്കൂബിനെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ കട്ടിയമർത്തി. അനങ്ങിയാൽ ഇവൻ്റെ തല കണ്ടിച്ച് ഞാൻ കടലിലെറിയും. സർവരും വിറച്ചുപോയി. അങ്ങോട്ട് നീങ്ങി നിൽക്കടാ. 2 പേർ ബോട്ടിലുണ്ടായിരുന്നവരെ ഒരു വശത്തേക്ക് നീക്കി വാളിൻ തുമ്പിൽ നിർത്തി. മറ്റുള്ളവർ ഫ്രീസർ തുറന്നു. അതിൽ നിന്ന് ഫൈബർ കുട്ടകളിൽ മീൻ വാരി വള്ളത്തിൽ നിറയ്ക്കാൻ തുടങ്ങി. യാക്കൂബിൻ്റെയും മറ്റും നെഞ്ചു പൊടിഞ്ഞു. തങ്ങളുടെ അധ്വാന പ്രതീക്ഷ. അരമണിക്കൂറിനുള്ളിൽ അവർ വള്ളത്തിൽ മത്സ്യം നിറച്ചു. എങ്കിൽ പോട്ടെ ചേട്ടന്മാരെ. എടാ. സേവർ ഒന്ന് വെട്ടിത്തിരിഞ്ഞു. കിട്ടിയ അവസരത്തിൽ ഒരുത്തനെ കൈ വീശിയടിച്ചു. പടക്കം പൊട്ടുന്നതുപോലെയുള്ള ഒച്ച. അയാൾ ബോട്ടിൻ്റെ സൈഡിൽ അടിച്ചു വീണു. ആ സെക്കൻഡിൽ മിന്നൽ വേഗത്തിൽ ഒരു വാൾ പുളഞ്ഞു. ഹാ! സേവറിൻ്റെ അലർച്ച. നെയ്മീൻ വീഴുന്നതുപോലെ ബോട്ടിൻ്റെ തട്ടിലേക്ക് എന്തോ വീണു.
മറ്റുള്ളവർ കിടുങ്ങി. സേവറിൻ്റെ വലതു കൈ മീൻ പിടയുന്നത് പോലെ അത് അവിടെ കിടന്ന് തുള്ളിപ്പിടഞ്ഞു. സേവറിൻ്റെ ഉടലിൽ നിന്നും അറ്റുവീണ കൈയിൽ നിന്നും ചോര ചീറ്റി. എൻ്റെ കൈ കൈ സേവർ അത്രയും കൂടി അലറി വിളിച്ചു. അടുത്ത നിമിഷം അയാൾ ബോധമറ്റ് ബോട്ടിൻ്റെ തട്ടിലേക്ക് തന്നെ വീഴുകയും ചെയ്തു. നോക്ക്, വള്ളത്തിൽ നിന്ന് കയറിയ കൃമികൾ ഒരാൾ ചോരയൊലിക്കുന്ന വാൾ നീട്ടിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകി. ഇനി ഏതെങ്കിലും പുഞ്ഞാരമോന് ഞങ്ങളെ തല്ലാൻ തോന്നുന്നുണ്ടോടാ? ഉണ്ടെങ്കിൽ വാടാ. വാളിൽ നിന്ന് ഇറ്റുവീഴുന്ന ചോരത്തുള്ളികൾ നോക്കി നിന്നതല്ലാതെ ആർക്കും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരുടെയും ഫോണിങ് താ, ഒരുത്തൻ കൈനീട്ടി. അവർ മടിച്ചു. തരാൻ. അവൻ്റെ ഭാവം മാറി. എല്ലാത്തിനെയും വെട്ടിക്കണ്ടിച്ച് ബോട്ടിന് തീരണോ ഞങ്ങൾ? യാക്കൂബ് മറ്റും ഫോൺ എടുത്തു കൊടുത്തു. അവൻ ആ ഫോണുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. മീനുകൾ സെൽഫി എടുത്ത് കളിക്കട്ടെ. കരുതലോടെ ആ സംഘം ബോട്ടിൽ നിന്നിറങ്ങി. ഒരാളതിൻ്റെ യമഹ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ജലപ്പരപ്പിന് മീതെ കൂടി അതൊരു തിമിംഗല നിഴൽ പോലെ കുതിച്ചുപോയി. അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ മറഞ്ഞു. ഉദയാസ്തമയം. വിശ്വരൂപൻ ചാന്നാരുടെ മാളിക. വിശാലമായ ഹാളിൽ അയാളും പെൺമക്കളും സഹോദരി ഭാരതിയമ്മാളും ഉണ്ടായിരുന്നു. വില കൂടിയ സെറ്റിയിൽ ചാരിക്കിടക്കുകയാണ് ചാന്നാർ. ഭാരതിയമ്മാൾ തൻ്റെ അനന്തരവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണം. പെൺകുട്ടികളായ നിങ്ങൾ വിവാഹശേഷം അന്യ വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വിശ്വൻ്റെ കാര്യം നോക്കാൻ ആരാ ഉള്ളത്? എന്നും ഞാനിവിടെ കഴിഞ്ഞെന്ന് വരില്ല. ഇത്രയും കാലം കഴിഞ്ഞില്ല ആൻറ്റി, പിന്നെന്താ ഇനിയും നിന്നാൽ? ക്ഷിപ്ര വീറോട് തിരക്കി. ഭാരതിയമ്മാൾ അവളെ കടുപ്പിച്ചെന്ന് നോക്കി. ക്ഷിപ്രയുടെ തല കുനിഞ്ഞു. അത് പറ്റില്ല, ഭാരതിയമ്മാൾ തീർത്തു പറഞ്ഞു. ഇനിയുള്ള കാലം ഈശ്വരഭജനകളിൽ ലയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവർ തുടർന്നു. പത്മ നിങ്ങളുടെ കുഞ്ഞമ്മയല്ലേ? അമ്മയെപ്പോലെ തന്നെയല്ലേ നിങ്ങൾക്ക്? അവൾക്കാവുമ്പോൾ നിങ്ങളെയും ഏട്ടനെയും പരിചരിക്കാനും ആവും. പക്ഷേ അമ്മയല്ലല്ലോ, ക്ഷിപ്ര വീണ്ടും തർക്കിച്ചു. മാത്രമല്ല ചെറുപ്പം മുതൽ എനിക്ക് ആ സ്ത്രീയെ ഒട്ടും ഇഷ്ടമല്ല. വിശ്വരൂപൻ തലത്തിരിച്ച് അവളെ നിന്ന് നോക്കി. മോൾ അങ്ങനെ കരുതാൻ ഒരു കാരണമുണ്ടാവുമല്ലോ, അത് പറ. ക്ഷിപ്ര അയാളുടെ മുഖത്ത് നോക്കിയില്ല. ചിലരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നില്ല അച്ഛാ. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത് മനസ്സിൻ്റെ ഓരോ കാര്യമാണ്. എന്നാലും അടുത്തിടപഴകി കഴിയുമ്പോൾ അത് മാറിക്കോളും മോളെ. അയാളുടെ ശബ്ദം തണുത്തിരുന്നു. ഇല്ല ഇല്ല ഇല്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. ക്ഷിപ്ര ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അതല്ല, അച്ഛനവരെ വിവാഹം ചെയ്തു കൊണ്ടുവന്നാൽ സത്യമായിട്ടും ഞാൻ ചാവും. അല്ലെങ്കിൽ അവരെ വിഷം കൊടുത്തു കൊല്ലും. സകലരും അമ്പരന്ന് പോയി. രശ്മയും മണിമോളും ഞെട്ടലോടെ പരസ്പരം നോക്കി. ആരെയും ശ്രദ്ധിക്കാതെ ക്ഷിപ്ര തൻ്റെ മുറിയിലേക്ക് പോയി. ഭാരതിയമ്മാളും പിന്നാലെ ചെന്നു. ക്ഷിപ്ര വാതിലടയ്ക്കാൻ ഭാവിച്ചപ്പോൾ അവർ തള്ളി തുറന്നകത്ത് കയറി. പിന്നെ വാതിലടച്ചതും കൈവീശിയവളുടെ കർണത്തൊന്ന് പൊട്ടിച്ചു. നിഷേധി, അധിക പ്രസംഗിച്ചുണ്ടല്ലോ. അറിയാമല്ലോ നിനക്കെന്നെ. നാളെ നീ ഏട്ടൻ്റെ മുന്നിൽ സമ്മതം അറിയിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും, മറക്കണ്ട. കവിൾപ്പൊത്തി മരവിച്ചു നിന്നതേയുള്ളൂ ക്ഷിപ്ര. ഭാരതിയമ്മാൾ തിരികെ ഹാളിലെത്തി. വിശ്വരൂപൻ ശിരസ് കൈപ്പത്തിയിൽ താങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ രശ്മിക്ക് വിഷമം തോന്നി. അവൾ അയാളുടെ അടുത്തെത്തി. അച്ഛാ. അവൾ അയാളുടെ കരം കവർന്നു. അച്ഛന് പത്മ കുഞ്ഞമ്മയോടുള്ള സ്നേഹം ഞങ്ങൾക്കറിയാം. എനിക്കും മണിമോൾക്കും ഇക്കാര്യത്തിൽ 100 വട്ടം സമ്മതമാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛൻ വിവാഹം ചെയ്യുന്നതെന്നും അറിയാം. ഭാരതിയമ്മാളിനെ പേടിയോടെ നോക്കിക്കൊണ്ട് വിങ്ങിപ്പൊട്ടും പോലെയാണ് അവൾ പറഞ്ഞത്. ഭാരതിയുടെ ചുണ്ടിൽ ഒരു ചിരി വന്നു. വിശ്വരൂപൻ അത് കണ്ടില്ല. അയാൾ രശ്മിയെ തന്നിലേക്ക് ചേർത്തിരുത്തി. പിന്നെ മുടിയഴകളിൽ പതുക്കെ തലോടി. പക്ഷേ ധ്രുവേട്ടൻ, അവൾ മന്ത്രിച്ചു. നമുക്ക് അവനെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം മോളെ. മണിമോളും അയാൾക്കരികിൽ വന്നിരുന്നു. പെട്ടെന്ന് കോളിംഗ് ബെൽ കരഞ്ഞു. വിശ്വരൂപൻ തലയുയർത്തി. മക്കളെ, നിങ്ങൾ പോയി കിടന്നോ? രശ്മയും മണിമോളും പോയി. ഈ നേരത്തെ ആരാ എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ ചെന്ന് വാതിൽ തുറന്നു. കൂട്ടിൽ കിടന്നിരുന്ന 4 ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളും അത്യുച്ചത്തിൽ കുരയ്ക്കുന്നുണ്ടായിരുന്നു. സിറ്റൗട്ടിന് താഴെ നിന്നിരുന്ന യാക്കൂബും മണവാളനും അടങ്ങുന്നവരെ അത്ഭുതത്തോടെ ചാന്നാർ നോക്കി. എന്താണോ രാത്രിയിൽ? യാക്കൂബ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അല്പം മുന്നോട്ട് വന്നു. കാര്യം പറഞ്ഞു. കിടുങ്ങിപ്പോയി വിശ്വരൂപൻ ചാന്നാർ. രാവിലെ തനിക്ക് വന്ന അജ്ഞാത ഫോൺ സന്ദേശത്തെക്കുറിച്ച് അയാൾ ഓർത്തു. എന്നിട്ട് സേവർ എവിടെ? ബോട്ടിലുണ്ട്. വേഗം കൊണ്ടുവാ, ഞാനിതാ വരുന്നു. അയാൾ അകത്തേക്ക് ഓടി തിടുക്കത്തിൽ വേഷം മാറി. ഭാരതി, വാതിൽ ഭദ്രമായി അടച്ചേക്കണം പറഞ്ഞിട്ട് വണ്ടിയുടെ കീയെടുത്ത് ഇറങ്ങി. ഷെഡിൽ നിരനിരയായി 6 വണ്ടികൾ കിടന്നിരുന്നു. സൗകര്യത്തിനായി അയാൾ സ്കോർപിയോ പുറത്തിറക്കി. അപ്പോഴേക്കും മറ്റുള്ളവർ സേവറയും താങ്ങിക്കൊണ്ടുവന്നു. തുണി ചുറ്റിക്കെട്ടിയിരുന്ന മുറിവ് അപ്പോഴും ചോരയൊലിക്കുന്ന രൂപത്തിലായിരുന്നു. അറ്റുപോയ കയ്യൊരു പെട്ടിയിൽ ഐസ് നിറച്ച് രൂപത്തിലും കൊണ്ടുവന്നിരുന്നു. എല്ലാവരും ചേർന്ന് സേവറെ സ്കോർപിയോയിൽ കയറ്റി. അവരും കയറി. അത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു. വഴിക്ക് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കയറ്റി ഫസ്റ്റ് എയ്ഡ് നടത്തിക്കാനും വിശ്വരൂപൻ ചാന്നാർ മറന്നില്ല. പുലർച്ചെ 2:30 വണ്ടാനം മെഡിക്കൽ കോളേജ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് സേവ്യറിനെ. അയാൾക്ക് ആവശ്യമുള്ള ബ്ലഡ് ഒപ്പം ചെന്ന 3 പേരിൽ നിന്നും പിന്നെ ബ്ലഡ് ബാങ്കിൽ നിന്നും എടുക്കുവാൻ വേണ്ടതൊക്കെ ചാന്നാർ ചെയ്തു. അതിനിടെ അയാൾ ഒട്ടേറെ പേരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. കടലിൽ അങ്ങനെയൊരു കൊള്ള നടത്തിയവരെക്കുറിച്ച് അറിയണം. അവസാനം വിവരം കിട്ടി. ചാന്നാർ യാക്കൂബിനെയും മറ്റും അടുത്ത് വിളിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവരെ കിട്ടി. അമ്പലപ്പുഴ ഭാഗത്തുള്ള ഒരു ടൈറ്റാനിക് ബാബുവും കൂട്ടരുമാ. ടൈറ്റാനിക് ബാബു. അവർ ആ പേര് പല്ലുകൾക്കിടയിലിട്ട് ചതച്ചു. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങത്തെ. മണവാളൻ പെട്ടെന്ന് പറഞ്ഞു.
തുറക്കാർക്ക് മുഴുവൻ അവനെയും കൂട്ടരെയും പേടിയാ. അമ്പലപ്പുഴയിലെ സകല ലഹരി മരുന്നുകളുടെയും വിതരണക്കാർ അവനാ. പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ലാത്തതിനാലാണ് ഇന്ന് മനസ്സിലാകാഞ്ഞത്. ചാന്നാരുടെ മുഖം മുറുകി തന്നെ നിന്നു. ഒന്നിങ്ങോട്ട് കിട്ടിയാൽ രണ്ട് അങ്ങോട്ട് കൊടുക്കണം. അതാ എൻ്റെ രീതി. അത് ടൈറ്റാനിക് ആണെങ്കിലും കോക്കാച്ചി ആണെങ്കിലും തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അവന്മാർ വല്ലാതങ്ങ് വളരും, നമ്മുടെ തലയ്ക്കും മീതെ. അയാളുടെ മുഷ്ടി മുറുകി. മരക്കൊമ്പൊടിയതുപോലെ ഞൊട്ടുകൾ കേട്ടു. ഞങ്ങൾ എന്തിനു തയ്യാറാങ്ങത്തെ? യാക്കൂബിൻ്റെ ചോര തിളച്ചു തുടങ്ങിയിരുന്നു. വിശ്വരൂപൻ ചാന്നാർ കടുപ്പിച്ചു മൂളി. പക്ഷേ റോഡിലൂടെ പോയിക്കൂടാ നമ്മൾ. കടലിലൂടെ തന്നെ പോകണം. റോഡിൽ അവരുടെ ചാരന്മാരുണ്ടെന്ന് കിട്ടിയ വിവരം. നമ്മൾ നേരെ ചെന്നാൽ അവർ കടലിൽ ചാടി രക്ഷപ്പെടും. പോലീസും എക്സൈസും ചെല്ലുമ്പോൾ അവന്മാർ ചെയ്യുന്നത് അങ്ങനെയാ. കടലിൽ ചാടാൻ നമ്മൾ മോശക്കാരല്ലോ അങ്ങത്തെ, സ്രാവ് മജീദ് പറഞ്ഞു. ഒരിക്കൽ മീൻ പിടിക്കാൻ പോയതാണ് മജീദും സംഘവും. ജലപ്പരപ്പിലേക്ക് വന്ന ഒരു കൂറ്റൻ സ്രാവിനെ അവർ കണ്ടു. തങ്ങളുടെ വലയിൽ കൊടുക്കാൻ കഴിയില്ലെന്നറിയാം. ആവേശത്തോടെ മജീദ് ഒരു കത്തിയുമായി കടലിലേക്ക് ചാടി. പിന്നാലെ കൂട്ടുകാരും. മജീദ് സ്രാവിൻ്റെ മുകൾ ചിറകിൽ തൂങ്ങി ആഞ്ഞാഞ്ഞു കുത്തി. കൂട്ടുകാരും അതിനെ കയറിട്ട് പിടിച്ചു. അവസാനം അവർ സ്രാവിനെ കുടുക്കുക തന്നെ ചെയ്തു. പക്ഷേ അവസാന പരാക്രമത്തിനിടയിൽ മജീദിൻ്റെ 2 കൈവിരലുകൾ പോയി. സ്രാവ് കടിച്ചു പറിച്ചതാണ്. അങ്ങനെ കിട്ടിയ പേരാണ് സ്രാവ് മജീദ്. വേണ്ട മജീദേ, ചാന്നാർ പറഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരണ്ട. അപ്രതീക്ഷിതമായ ഒരാക്രമണം, അതും അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത തരത്തിൽ. അവർ കൃത്യം എവിടെയുണ്ടെന്ന് നമുക്ക് മെസ്സേജ് തരാൻ അവിടെ തന്നെ ആളുണ്ടാവും. വിശ്വരൂപൻ ചാന്നാർ 500-ൻ്റെ ഒരു കെട്ട് നോട്ടെടുത്ത് ഒരാളെ ഏൽപ്പിച്ചു. ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. നിങ്ങൾ 2 പേർ ഇവിടെ നിൽക്കുക, ബാക്കിയുള്ളവർ എൻ്റെയൊപ്പം പോരുക, പറഞ്ഞിട്ട് അയാൾ നടന്നു. യാക്കൂബും മണവാളനും സ്രാവ് മജീദും പിന്നാലെ പോയി. വണ്ടിയിൽ കയറും മുമ്പ് ചാന്നാർ വഴിയരികിലുള്ള കുറച്ചുപേരെയും പിന്നെ കോവളത്തും വർക്കലയിലുമുള്ള തൻ്റെ സ്പീഡ് ബോട്ടുകളുടെ ഡ്രൈവർമാരെയും വിളിച്ചു. നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ വീടിനു മുന്നിലുണ്ടാവണം. ഫോൺ പോക്കറ്റിലിട്ട് അയാൾ സ്കോർപിയോയിൽ കയറി. സമയം 3:45. വലിയ വീക്കൽ. സ്കോർപിയോ ഉദയാസ്തമയത്തിന് മുന്നിൽ ബ്രേക്കിട്ടു. വിശ്വരൂപൻ ചാന്നാർ കായലിലേക്ക് നോക്കി. മതിലിന് മുകളിലെ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കണ്ടു കായലോളങ്ങളിൽ ചാഞ്ചാടി കിടക്കുന്ന തൻ്റെ സ്പീഡ് ബോട്ടുകൾ 10 എണ്ണം. വലിയഴിക്കിലെ ആരോഗ്യമുള്ള കുറച്ച് ചെറുപ്പക്കാരും കാത്തു നിന്നിരുന്നു അവിടെ. ഞാനിതാ വരുന്നു, പറഞ്ഞിട്ട് വിശ്വരൂപൻ ചാന്നാർ ചെന്നു ബെല്ലമർത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ഭാരതിയമ്മ വാതിൽ തുറന്നു. എന്തായിട്ടാ പ്രശ്നം? ഒക്കെ മടങ്ങി വന്നിട്ട് പറയാം. അയാൾ പെട്ടെന്ന് അകത്തു പോയി. അലമാര തുറന്ന് ഒരു ചെറിയ പിസ്റ്റൾ എടുത്തു മടിക്കുത്തിൽ തിരുകി. പിന്നെ പേഴ്സണൽ വാട്ടർ ക്രാഫ്റ്റിൻ്റെ കീയും എടുത്ത് മടങ്ങി. ബോട്ട് ഡ്രൈവർമാർക്കും വലിയ അഴീക്കിലെ ചെറുപ്പക്കാർക്കും ചില നിർദ്ദേശങ്ങൾ നൽകി. അവർ പോയി ബോട്ടുകളിൽ കയറി. വിശ്വരൂപൻ ചാന്നാർ 6 മാസം മുമ്പ് വാങ്ങിയ വാട്ടർ ക്രാഫ്റ്റിലേക്ക് കാൽ വച്ചു. അതൊന്ന് കുലുങ്ങി. ധ്രുവ പറഞ്ഞതനുസരിച്ച് വാങ്ങിയതായിരുന്നു അത്. വെള്ളത്തിന് മീതെ കൂടി ബൈക്കിൽ എന്നവണ്ണം അവർ ചെത്തിപ്പോകാൻ. അയാളത് സ്റ്റാർട്ടാക്കി. ഹാഡിലിൽ പിടിമുറുക്കി. വെളുത്ത പതയുടെ അർദ്ധവൃത്തം സൃഷ്ടിച്ച് സ്പീഡ് ബോട്ടുകൾ കായലിൽ വട്ടം തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ബോട്ട് ഹൗസിൽ നിന്ന് വാട്ടർ ക്രാഫ്റ്റ് ചാട്ടുളി പോലെ ജലത്തിലൂടെ പറന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അത് ബോട്ടുകൾക്കിടയിലൂടെ മുന്നിലെത്തി. തുടർന്ന് അഴിമുഖം പിന്നിട്ട് കടലിലേക്ക്. തൊട്ടു പിന്നാലെ 10 സ്പീഡ് ബോട്ടുകൾ ഒരേ ദിശയിലേക്ക്. തിരമാലകൾക്ക് മുകളിലൂടെ ഒരു കൂട്ടം ഡോൾഫിനുകളെ പോലെ അവ ചാടി കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിക്കൊണ്ടിരുന്ന ബോട്ടിലെ തൊഴിലാളികൾ ഒന്നും മനസ്സിലാവാതെ തിരിഞ്ഞു നോക്കി. മിന്നൽ വേഗത്തിലുള്ള ബോട്ടുകളുടെ പാച്ചിലും പിന്നിലെ വെളുത്ത പതയുടെ വരകളും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. സമയം 4:30. അമ്പലപ്പുഴ. തിരമാലകൾക്ക് ശക്തി കൂടിക്കഴിഞ്ഞിരുന്നു. കടൽ ഭിത്തികളിൽ തട്ടി അവ ചിതറിത്തെറിച്ചുയർന്നു. താളാത്മകമായ ഒരു ഭയാനക ശബ്ദം അവിടെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. പൂഴിമണലിൽ മങ്ങിയ ഇരുട്ടിൽ വട്ടമിട്ടിരിക്കുകയാണ് കുറേ പേർ. അവർക്ക് നടുവിൽ മണ്ണിൽ കുത്തി നിർത്തിയിരിക്കുന്ന ഒരു കൊടുവാൾ. ഒഴിഞ്ഞ മദ്യക്കുപ്പി ഒരാൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അവർക്കിടയിൽ മണ്ണിൽ നീണ്ടു നിവർന്നു കിടന്ന ഒരുവൻ മെല്ലെ കൈകുത്തി നിവർന്നു. തുടർന്ന് കയ്യിലെ പൊടിമണ്ണ് തട്ടിക്കളഞ്ഞിട്ട് തലയ്ക്ക് പിന്നിൽ ഒന്ന് തടവി. മീൻ കയറ്റിയ ഒരു ടെമ്പോ ഇടുങ്ങിയ വഴിയിലൂടെ ഹൈവേയിലേക്ക് പോയതേയുള്ളൂ. നമ്മളെ അവന്മാർ തിരിച്ചറിഞ്ഞു കാണുമോ ബാബു? കൂട്ടത്തിൽ ഒരാൾ തിരക്കി. അതിന് സാധ്യതയില്ല. അതല്ലെങ്കിൽ അവന്മാരെ അറിഞ്ഞിട്ട് വരട്ടെന്നേ, നമുക്ക് കാണാം. നിസ്സാരമട്ടിൽ പറഞ്ഞുകൊണ്ട് ടൈറ്റാനിക് ബാബു പോക്കറ്റിൽ നിന്ന് ഒരു പിടി നോട്ടുകൾ വലിച്ചെടുത്തു. മീൻ വിറ്റ് കിട്ടിയ പണം അത് അവർക്ക് നടുവിലേക്കിട്ട് കൊടുത്തു. കൃത്യമായി വീതിച്ചെടുത്തോണം. പണം വീതിക്കുന്നതിനിടയിൽ മറ്റൊരാൾ സംശയം പ്രകടിപ്പിച്ചു. ഇവിടെ തന്നെ നമുക്ക് ശത്രുക്കളേറെയുണ്ട്. ഈ മീൻ കച്ചവടം ആരൊക്കെയോ കണ്ടിട്ടുമുണ്ട്. പോലീസ് വന്ന് ചോദിച്ചാൽ. കാലുയർത്തിയൊറ്റ ചവിട്ടായിരുന്നു ബാബു അയാളുടെ നെഞ്ചിൽ. അയാൾ മണ്ണിൽ മലർന്നു വീണു. തിരയുടെ ഗർജനത്തിനിടയിലും ടൈറ്റാനിക് ബാബുവിൻ്റെ ഒച്ച ചീറി. നായിൻ്റെ മോനെ, നിന്നോടൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പേടിയുള്ളവന്മാർ കൂടെ നിൽക്കരുതെന്ന്. എന്നിട്ടിപ്പോൾ കോത്താഴത്തെ ഓരോ വർത്തമാനം. എന്താ ബാബു ഇത്? മറ്റുള്ളവർ അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. അല്ല പിന്നെ, ഇനിയെങ്ങാനും ഇത്തരത്തിൽ വർത്തമാനം പറഞ്ഞാൽ നാവരിന് ഞാൻ കടലിലെറിയും. അവൻ മുരണ്ടു. പെട്ടെന്ന് അത് കണ്ടോ? ഒരാൾ കടലിലേക്ക് കൈ ചൂണ്ടി. മറ്റുള്ളവർ തിരിഞ്ഞു.
കടലിൽ നിന്ന് കരയ്ക്ക് നേരെ അടുത്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ വെളിച്ചത്തിൻ്റെ വൃത്തങ്ങൾ. പൊടുന്നനെ ഒരെണ്ണം ഒഴികെ അവയണഞ്ഞു. ബോട്ടുകളുടെ ശബ്ദം മാത്രം കേൾക്കാം. മങ്ങിയ വെളിച്ചത്തിൽ അവയുടെ ഇരുണ്ട രൂപങ്ങൾ അവ്യക്തമായി കാണാം. ലൈറ്റ് അണയാത്ത ജലവാഹന തിരകൾക്കു മീതെ കൂടി ബൈക്ക് കണക്കെ പാഞ്ഞു വരുന്നതായി അവർ കണ്ടു. ടൈറ്റാനിക് ബാബുവിൻ്റെ തലയ്ക്കുള്ളിൽ ഒരു പെരുപ്പുണ്ടായി. കണ്ണുകൾ കുറുക്കി. അതൊരു വാട്ടർ ക്രാഫ്റ്റാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമൊക്കെ ഇത്തരം വാഹനങ്ങൾ ഉള്ളവർ വിരലിൽ എണ്ണാവുന്നത്രയേ ഉള്ളെന്ന് അവൻ ഓർത്തു. അപകടം. ടൈറ്റാനിക് ബാബുവിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ ചാടി എഴുന്നേറ്റു. അമ്പരപ്പോടെ മറ്റുള്ളവരും. ആ സെക്കൻഡിൽ വാട്ടർ ക്രാഫ്റ്റും തൊട്ടുപിന്നാലെ 10 സ്പീഡ് ബോട്ടുകളും മണൽപ്പരപ്പിലേക്ക് ഇരമ്പിക്കയറി വന്നു. ടൈറ്റാനിക് ബാബു മണ്ണിൽ കുത്തി നിർത്തിയിരുന്ന കൊടുവാൾ വലിച്ചെടുത്തു. ഞൊടിയിടയിൽ ബോട്ടിൽ വന്നവർ കുതിച്ചിറങ്ങി. അവർ ബാബുവിനെയും സംഘത്തെയും വളഞ്ഞു. അടുക്കരുത്! ബാബു വാൾ വീശി. വാട്ടർ ക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്ത് ലൈറ്റണച്ചിട്ട് വിശ്വരൂപൻ ചാന്നാർ മണ്ണിലേക്ക് കാൽകുത്തി. മുണ്ട് മടക്കി കുത്തി. ഷർട്ടിൻ്റെ കൈകളൊന്ന് തെറുത്തു കയറ്റി. ബാബു ചുറ്റും അതിവേഗത്തിൽ വെട്ടുകയാണ്. അടുക്കുന്നവൻ്റെ തല എരിയുന്നേ. മോനെ ടൈറ്റാനിക്കേ! അവൻ്റെ തൊട്ടുപിന്നിൽ വിശ്വരൂപൻ ചാന്നാരുടെ ശബ്ദം പ്രതിധ്വനിച്ചു. നീ ഞൊട്ടും. ദേ ഇത് കണ്ടോടാ. ജർമ്മൻ സാധനമാ. കണ്ടാൽ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ തോന്നുമെങ്കിലും ഹിറ്റ്ലറുടെ സ്വഭാവം അതിന്. ഒന്ന് പരീക്ഷിക്കട്ടോ? ചാന്നാർ പിസ്റ്റൾ എടുത്ത് കാട്ടി. ബാബു തിരിഞ്ഞു നോക്കിയ നിമിഷം യാക്കൂബ് ഒരു പിടി മണ്ണ് വാരിയെറിഞ്ഞു. ഹോ! അവനും സംഘവും പതറിപ്പോയി. ഞൊടിയിടയിൽ വലിയ അഴീക്കൽ നിന്നെത്തിയവർ ചാടി വീണു. അവൻ്റെ അനുചരപ്പട ചിതറി. പുതയുന്ന മണലിൽ ഘോര സംഘട്ടനം. ബാബുവിൻ്റെ കയ്യിൽ നിന്ന് വാൾ പറന്നു പൊങ്ങി. വിശ്വരൂപൻ ചാന്നാർ അത് പിടിച്ചു. 5 മിനിറ്റ്. ബാബുവിൻ്റെ സംഘത്തെ അവർ മണ്ണിലിട്ട് ചവിട്ടി അരച്ചു. സ്രാവ് മജീദ് ബാബുവിൻ്റെ തല പിടിച്ച് കുനിച്ച് തൻ്റെ കാൽമുട്ടിൽ ആഞ്ഞിടിച്ചു. ആ! തല പിളർന്നുപോലെ അവർ അലറിപ്പോയി. അപ്പോഴേക്കും മണവാളിനും യാക്കൂബും കൂടി അവനെ വട്ടം പിടിച്ചമർത്തി. തുടർന്ന് ചാന്നാരുടെ മുന്നിലേക്ക് വലിച്ചിഴച്ചു. അങ്ങത്തെ കൊന്നേക്കട്ടെ അവനെ. പാടില്ല. ചാന്നാർ പല്ലിനരിച്ചു. ഇവൻ ഓർക്കണം, ജീവിതകാലം മുഴുവൻ ഓരോ നിമിഷവും കുറ്റബോധത്തോടെ ഉരുകണം മജീദേ. പറഞ്ഞോ അങ്ങത്തെ. അയാൾ എന്തിനും ഒരുക്കമായിരുന്നു. പിടിക്ക്. അയാൾ കൊടുവാൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സേവറിനെ വെട്ടിയത് മാത്രമല്ല നമ്മൾ ഇവന് മറുപടി കൊടുക്കുന്നത്. ഈ കടലോരത്തെ മദ്യത്തിലും മയക്കുമരുന്നിലും മുക്കുന്നതിനിടു കൂടിയാണ്. ഇനി താമസിപ്പിക്കേണ്ട. കാര്യം മനസ്സിലാക്കിയ മണവാളിനും യാക്കൂബും ചേർന്ന് ടൈറ്റാനിക് ബാബുവിൻ്റെ കൈകൾ ഇരുവശത്തേക്കും വലിച്ചു പിടിച്ചു. മിന്നൽ വേഗത്തിലായിരുന്നു മജീദിൻ്റെ വെട്ട്. അമ്മേ! ബാബുവിൻ്റെ നാവ് കീറിപ്പോയതുപോലെയുള്ള അലർച്ച. അവൻ്റെ 2 കൈകൾ അറ്റ് അവരുടെ കയ്യിൽ തൂങ്ങി കിടന്നു പിടഞ്ഞു. ചൂണ്ടയിൽ ചൂര പിടയുന്നതുപോലെ അവൻ്റെ അലർച്ചയിൽ തുറ ഉണർന്നു. മജീദ് കാലുയർത്തി ഒറ്റ ചവിട്ട്. മരം മറിയുന്നതുപോലെ ബാബു വീണു. പിന്നെ കടൽ പന്നിയെ പോലെ കിടന്നു പിടഞ്ഞു. ആളുകൾ പുറത്തേക്ക് ഓടി വരാൻ തുടങ്ങി. പോകാം. അവൻ്റെ കൈകളും കൊണ്ടുപോരെ. അല്ലാതെ നിർജ്ജീവമായി പോലും ഈ കൈകൾ ഇനി അവൻ്റെ ഉടലിൽ ഉണ്ടാവരുത്. വിശ്വരൂപൻ ചാന്നാർ തിരിഞ്ഞു നടന്നു. പിന്നാലെ മറ്റുള്ളവരും. നിമിഷങ്ങൾക്കുള്ളിൽ തിരമാല തലപ്പൂക്കളെ പിളർത്തി വാട്ടർ ക്രാഫ്റ്റും സ്പീഡ് ബോട്ടുകളും പാഞ്ഞുപോയി. ആളുകൾ ഓടിക്കൂടി. ടൈറ്റാനിക് ബാബു ചോരയിലും മണ്ണിലും കുഴഞ്ഞ് ഏതോ വിരൂപ ജീവിയെപ്പോലെ തോന്നിച്ചു. എന്താണ് ഇതൊക്കെ? ആരാ വിന വെട്ടിയത്? ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു. അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ ആർക്കും കഴിഞ്ഞില്ല. അകന്നു പോകുന്ന ബോട്ടുകളുടെ വിദൂര ദൃശ്യം അവർ കണ്ടിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവ അപ്രത്യക്ഷമായി. മോനെ! നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തിയ ബാബുവിൻ്റെ അമ്മ മകൻ്റെ അരികിൽ കുഴഞ്ഞു വീണു. മരണ വെപ്രാളത്തിൽ അവൻ അലറി. കൈ പോയെങ്കിൽ എനിക്ക് പുല്ല, എന്നാലും കൊല്ലും ഞാൻ അവന്മാരെ. ആളുകൾ പരസ്പരം നോക്കി. 2 കൈയും പോയിട്ടും ഇവന് ഈ കിട്ടിയത് പോരെന്ന് പോലും അവർക്ക് തോന്നി. രാത്രിയിൽ ബാബുവും സംഘവും ആരുടെയോ ബോട്ട് കൊള്ളയടിച്ചെന്ന സൂചന അവർക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ പകവീട്ടിലാണ് ഇതെന്ന കാര്യത്തിലും അവർക്ക് തർക്കമില്ല. ആര് പറഞ്ഞാലും അനുസരിക്കാത്തവൻ. ഒരിക്കൽ ബാബുവും അവൻ്റെ അച്ഛനും ഒന്നിച്ച് കടലിൽ പോയതാണ്. തിരികെ മകൻ മാത്രമേ വന്നുള്ളൂ. തിരക്കിയപ്പോൾ അച്ഛൻ കടൽ ചുഴിയിൽ അകപ്പെട്ടു എന്നായിരുന്നു അവൻ്റെ ഭാഷ്യം. എന്നാൽ അവൻ സ്വന്തം പിതാവിനെ കൊന്നതാണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. കൂട്ടുകാർ ചേർന്ന് ബാബുവിനെ എടുത്തുകൊണ്ട് പോയപ്പോഴും നിർവികാരഭാവത്തിൽ നിന്നതേയുള്ളൂ ജനം. വലിയ അഴീക്കൽ. രാവിലെ 9 മണി. ഒന്നും സംഭവിക്കാത്തതുപോലെ കായംകുളം കായലിന് അഭിമുഖമായുള്ള സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുകയാണ് വിശ്വരൂപൻ ചാന്നാർ. സ്പീഡ് ബോട്ടുകൾ വെളുപ്പിന് തന്നെ കോവളത്തിനും വർക്കലയ്ക്കും മടങ്ങിയിരുന്നു. ക്ഷിപ്ര സാവധാന അച്ഛൻ്റെ അരികിലെത്തി. അവൾക്കൊപ്പം ഭാരതീയമ്മാളും ഉണ്ടായിരുന്നു. ഏട്ടാ! ഭാരതിയുടെ വിളിക്കേട്ട അയാൾ പത്രത്തിൽ നിന്ന് മുഖമുയർത്തി. എന്താ? ക്ഷിപ്രമോൾക്ക് വിവാഹത്തിന് എതിരൊന്നുമില്ല. അവിശ്വസനീയതയുടെ ഒരു ഭാവം ചാന്നാരുടെ മുഖത്ത് പ്രകടമായി. അയാൾ അവളെ നോക്കി പെട്ടെന്ന് ചിരിച്ചു. നേരാണോ മോളെ? അവൾ തലയാട്ടി. പക്ഷേ ഭാരതി പറഞ്ഞു. ഇവൾക്ക് ഏട്ടനോട് എന്താ പറയാനുണ്ട്? എന്താ മോളെ? അയാളുടെ ശബ്ദത്തിൽ വാത്സല്യം നിറഞ്ഞിരുന്നു. അച്ഛൻ്റെ ആഗ്രഹത്തിന് ഞാൻ എതിരല്ല. പക്ഷേ എന്നോട് മിണ്ടാൻ വന്നേക്കരുതെന്ന് കുഞ്ഞമ്മയോട് പറയണം. അവൾ സിറ്റൗട്ടിലെ തൂണിൽ ചാരി കായലിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു നിന്നു. ചാന്നാർ എന്തോ പറയാൻ ഭാവിച്ചു. പക്ഷേ ഭാരതി കണ്ണിറക്കി. അതോടെ അയാൾ പറയാൻ വന്നത് മാറ്റി. ശരി, മോടെ ഇഷ്ടം. ഉള്ളിൽ അതൃപ്തി തോന്നിയെങ്കിലും അയാൾ അവളുടെ ആവശ്യം അംഗീകരിച്ചു. 10 മണി. ഒരു ടെമ്പോയിൽ സാധനങ്ങളുമായി പന്തൽ പണിക്കാരെത്തി. ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും മുറ്റത്തൊരു പന്തൽ വേണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ചാന്നാർക്ക്. നാട്ടുകാർക്കുള്ള പാർട്ടിക്കായി
കാറ്ററിംഗുകാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പന്തൽ പണി തുടങ്ങി. അതിനിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് സേവരെക്കുറിച്ചുള്ള വിവരം കിട്ടി. അയാളുടെ വലതു കൈ തുന്നിച്ചേർത്തു. പക്ഷേ സ്വാധീനമുണ്ടാവാൻ സാധ്യത കുറവാണ്. വിവാഹത്തോടനുബന്ധിച്ച് വലിയഴീക്കിലെ പല പ്രമുഖരും ഉദയാസ്തമയത്തിൽ വന്നുപോയി. അപ്പോഴൊക്കെ കായലിൽ തൊണ്ടും ചെളിയും നിറച്ച വള്ളങ്ങൾ പോകുകയും അതിലിരുന്ന് ചിലർ അവിടേക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം തൊഴിലാളികളോട് സംസാരിച്ചുകൊണ്ട് പന്തലിന് കീഴിൽ ഇരിക്കുകയായിരുന്നു ചാന്നാർ. പൊടുന്നനെ ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്ത് നോക്കി. ധ്രുവിൻ്റെ മുഖം. സംശയത്തോടെയാണ് അറ്റൻഡ് ചെയ്തത്. നീ വരത്തില്ലടാ? അയാൾ തിരക്കി. വരണ്ടെന്നായിരുന്നു ഇതുവരെയുള്ള തീരുമാനം. എന്നാൽ ഇപ്പോൾ ഞാൻ വരാൻ തീരുമാനിച്ചാ. അവൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു വ്യത്യാസമുള്ളതുപോലെ അയാൾക്ക് തോന്നി. നിനക്കെന്തോ പ്രശ്നമുണ്ടല്ലോ ധ്രുവ്? അയാൾ കാതു കൂർപ്പിച്ചു. ഏയ്. അവൻ്റെ ചിരി. സിമ്പിൾ മാറ്റർ. എന്നെ ആരോ ഒന്ന് ഭീഷണിപ്പെടുത്തി അല്പം മുമ്പ് ഫോണിലൂടെ. ചാന്നാർ പിടഞ്ഞുണർന്നു. എന്തു പറഞ്ഞു? അച്ഛൻ വിവാഹം കഴിച്ചാൽ എന്നെ കൊന്നുകളയുമെന്ന്. ചാന്നാർ നടുങ്ങി. ഇന്നലെ തനിക്ക് വന്ന ഭീഷണിയുടെ ഉറവിടം തന്നെയാണ് അതുമെന്നും അയാൾക്ക് ഉറപ്പായി. അപ്പോൾ ധ്രുവിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. അതുകൊണ്ട് വൈകിട്ടത്തെ ട്രെയിനിൽ ഞാൻ കയറും. എങ്കിൽ നിനക്ക് ഫ്ലൈറ്റിൽ പോന്നൂടെ? ശ്രമിച്ചു നോക്കിയതാണച്ചാ. പക്ഷേ വെക്കേഷൻ സമയമായതിനാൽ സീറ്റെല്ലാം ഫുള്ളാ. ചാന്നാർ തലയാട്ടി. ആരാ നിന്നെ വിളിച്ചത്? സൈബർ സെല്ലുള്ള നിനക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഞാനത് അന്വേഷിച്ചു. അപ്പോഴല്ലേ രസം. ഉഗാണ്ടയിൽ നിന്ന് നെറ്റ് വഴിയാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല പച്ച മലയാളത്തിൽ. ചാന്നാരുടെ ഞരമ്പുകളിൽ ചോരയാട്ടത്തിന് വേഗമേറി. എന്തായാലും നീ വാ. ഏത് ഉഗാണ്ടയായാലും നമുക്ക് കണ്ടുപിടിക്കാം അവനെ. പിന്നെ നീ സൂക്ഷിക്കണം. ശരിയച്ചാ. ഫോൺ കട്ടായി. ഏതോ ഒരു വൻ റാക്കറ്റാണ് തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ വിശ്വരൂപൻ ചാന്നാർക്കുണ്ടായി. തനിക്ക് വീണ്ടും ഒരു കാൾ അയാൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഉണ്ടായില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്പലപ്പുഴ കടപ്പുറത്തു നിന്ന് മറ്റൊരു കാൾ അയാൾക്ക് കിട്ടി. ടൈറ്റാനിക് ബാബുവിനെ വെട്ടിയേറുവെക്കുറിച്ച് പോലീസ് ഊർജിതമായ അന്വേഷണത്തിൽ അംഗത്തെ ആഭ്യന്തരമന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. ആർക്കെങ്കിലും സംശയം? ചാന്നാരുടെ പുരികങ്ങൾ വളഞ്ഞുകുത്തി. ഇതുവരെയില്ല. കാരണം ഏത് ബോട്ടാണ് തങ്ങൾ കൊള്ളയടിച്ചതെന്ന് അവർക്ക് ആർക്കും അറിയില്ല പോലും. എന്നാൽ അതിലൊരു ചതി മണക്കുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. കാരണം? ചാന്നാർ മീശയിൽ വിരലോടിച്ചു. അവന്മാർക്ക് നേരിട്ട് കണക്ക് തീർക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ. അപ്പുറത്തെ ശബ്ദം പകുതിക്ക് മുറിഞ്ഞു. സാരമില്ലടാ, അവർ വരട്ടെ. ചാന്നാരുടെ ശബ്ദം കല്ലിച്ചു. എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് ഫ്രീസറിലാക്കിയിട്ട് ഒരു ബോട്ട് മുക്കിയാൽ മതിയല്ലോ. പിന്നെയും അല്പനേരം കൂടി സംസാരം തുടർന്നു. പിറ്റേന്ന് രാവിലെ 8 മണി. വണ്ടാനം മെഡിക്കൽ കോളേജ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. സിയുടെ തണുപ്പിൽ ഭിത്തിയിലെ ഗ്ലാസ് പാളികളിൽ മഞ്ഞ് രൂപം കൊണ്ടിരുന്നു. 8-9 കിടക്കകളിൽ രോഗികളുണ്ട്. ശ്മശാനത്തിലേതുപോലെയുള്ള നിശബ്ദത. അതുവരെ അവിടെയുണ്ടായിരുന്ന നേഴ്സ് പുറത്തേക്ക് പോയി. ഗ്ലാസ് ഡോർ അടഞ്ഞു. അടുത്ത നിമിഷം കണ്ണടച്ചു കിടന്നിരുന്ന ഒരാൾ മുഖമുയർത്തി. ടൈറ്റാനിക് ബാബു. കഴുത്തുവരെ പുതച്ചിരുന്ന തൻ്റെ ബെഡ്ഷീറ്റ് അയാൾ കടിച്ചു നീക്കി. പിന്നെ ബാൻഡേജ് ചെയ്തിരുന്ന കൈകൾ അറ്റുപോയ ഭാഗത്തേക്ക് നോക്കി. ഞൊടിയിടയിൽ അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു ഭാവം വന്നു. അവൻ ചുറ്റും തല തിരിച്ചു. 4 കിടക്കകൾക്കപ്പുറം മയങ്ങിക്കിടക്കുന്ന സേവ്യറിൽ മിഴികൾ അസ്ത്രം പോലെ തറഞ്ഞു. തൻ്റെ കാലിലെ ഞരമ്പിലൂടെ ഗ്ലൂക്കോസ് കടത്തിക്കൊണ്ടിരുന്ന നീഡിൽ ചവിട്ടി നീക്കി. അവിടെ ചോര പൊടിഞ്ഞു. നടുക്കിടക്കയിൽ അമർത്തി അവൻ പിടഞ്ഞെണീറ്റു. എടാ! ആ അലർച്ചയിൽ ICU നടുങ്ങിയുണർന്ന സേവർ തൻ്റെ മുഖത്തിനു മുന്നിൽ എരിയുന്ന മറ്റൊരു മുഖം കണ്ടു. ടൈറ്റാനിക് ബാബുവിൻ്റെ. നാവനക്കാനുള്ള നേരം പോലും കിട്ടിയില്ല സേവറിന്. കയ്യിലെങ്കിലും ബാബു തോൽക്കില്ലെന്ന് നിന്റെ ആളുകൾ അറിയണം. പറഞ്ഞതും അവൻ മിന്നൽ വേഗത്തിൽ കുനിഞ്ഞു. വാ തുറന്നുകൊണ്ട് ഒരു ചെന്നായെ പോലെ. സേവർ ഇടം കൈകൊണ്ട് അവന് തടയാനാഞ്ഞു. കഴിഞ്ഞില്ല. ബാബു അയാളുടെ കഴുത്തിൽ കുറുകെ കടിച്ചു. സേവറിൻ്റെ വായിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം പുറത്തു ചാടി. ഞെട്ടിയുണർന്ന മറ്റു രോഗികളും ആ രംഗം കണ്ട് അലറിപ്പോയി. പുറത്ത് കാത്തിരുന്ന അവരുടെ ബന്ധുക്കൾ കാര്യമറിയാതെ ചാടി എഴുന്നേറ്റു. ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് ഒരു നേഴ്സ് പാഞ്ഞു വന്നു. മുന്നിലെ രംഗം കണ്ട് അവർ കുഴഞ്ഞു വീണു. 10 മണി. വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ വെച്ചായിരുന്നു താലിക്കെട്ട്. ലളിതമായ ചടങ്ങ്. വിശ്വരൂപൻ ചാന്നാരുടെയൊപ്പം സഹോദരി ഭാരതിയമ്മാളും രശ്മയും മണിമോളും ചില അടുത്ത ബന്ധുക്കളും മാത്രം. ചടങ്ങ് കഴിഞ്ഞ് നേരെ വലിയഴീക്കലേക്ക്. അവിടെയും പ്രദേശവാസികളായ ചിലരുണ്ടായിരുന്നു. എല്ലാ കണ്ണുകളും പത്മത്തിൽ തറഞ്ഞു നിന്നു. അത്രയ്ക്ക് മനോഹരിയായിരുന്നു അവൾ. പച്ച കാഞ്ചീപുരം പട്ടിൽ സ്വർണത്തിൽ പൊതിഞ്ഞ്. സ്വർണവും അവളുടെ മേനിയും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് തോന്നിയവർക്ക്. ഭാരതിയമ്മാളിന് പോലും അസൂയ തോന്നി. പൊന്നൊക്കെ അങ്ങത്ത് കൊണ്ടുപോയി ഇടിച്ചതാവും, സ്ത്രീകളടക്കം പറഞ്ഞു. അതിൻ്റെ കാര്യമെന്താ? വിദേശത്ത് ജോലിക്ക് പോയ അവളും ഒത്തിരി സമ്പാദിച്ചു കാണുമല്ലോ. മറ്റൊരാൾ. ഭാരതിയമ്മാൾ നിലവിളിക്ക് നൽകി പത്മത്തെ അകത്തേക്ക് ആനയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവർ ചിരപരിചിതയായ കുടുംബാംഗമായി. അല്ലെങ്കിൽ തന്നെ എത്രയോ തവണ അവൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നു. രശ്മയും മണിമോളുമായി അവൾ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് സിറ്റിംഗ് റൂമിലിരുന്ന് ചാന്നാർ കേട്ടു. ക്ഷിപ്ര മാത്രം പുറത്തേക്ക് വരികയോ പത്മത്തെ കാണുകയോ ചെയ്തില്ല. പോർച്ചിൽ ഒരു ടാക്സിക്കാർ വന്നു നിന്നു. ചാന്നാർ തലയുയർത്തി. കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. 6 അടി ഉയരം, വെളുത്ത നിറം, പറ്റേ വെട്ടിയ മുടി, കട്ടിമീശ, പാൻറ്റും ഷർട്ടും വേഷം. ധ്രുവ് ചാന്നാർ. അവൻ അകത്തേക്ക് വന്നു. വിശ്വരൂപൻ ചാന്നാർ എന്തെങ്കിലും ചോദിക്കും മുമ്പ് പത്മ ഓടിയെത്തി. മോനെ, ഒത്തിരി വർഷങ്ങളായല്ലോ അമ്മ കണ്ടിട്ട്. അമ്മ. ആ പ്രയോഗം കേട്ടപ്പോൾ തന്നെ അവൻ്റെ മുഖം ഇരുണ്ടു. പത്മത്തിന് മനസ്സിലാവുകയും ചെയ്തു. ധ്രുവ്.
ചാന്നാർ വിളിച്ചപ്പോൾ അവൻ അവിടേക്ക് തിരിഞ്ഞു. അച്ഛാ. അയാൾ എഴുന്നേറ്റ് മകൻ്റെ തോളിൽ കൈവച്ചു ശബ്ദം താഴ്ത്തി. പിന്നീട് ആ ഫോൺ കോൾ വരികയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയോ ചെയ്തോ? ഇല്ല. ചാന്നാർ കടുപ്പിച്ചു മൂളി. ഏട്ടാ. രശ്മയും മണിമോളും ഓടിയെത്തി. അവൻ അവരെ ചേർത്ത് പിടിച്ചു. ക്ഷിപ്ര എന്തിയേ? മുറിയിലുണ്ട്. മൂവരും അവിടേക്ക് നടന്നു. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ക്ഷിപ്രേ. അവൻ വിളിച്ചു. ആ ശബ്ദം കേട്ടതും അവൾ വാതിൽ തുറന്നു. ധ്രുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവൻ ക്ഷിപ്രയെ അടിമുടി നോക്കി. കരഞ്ഞു തളർന്നതുപോലെ അവൾ. കുളിച്ചിട്ട് പോലുമില്ല. എന്താടിത്? ഏട്ടാ. ഒരു വിലാപത്തോടെ അവൾ ഏട്ടൻ്റെ നെഞ്ചിലേക്ക് വീണു. സായാഹ്നം. കായൽ തീരത്തെ അരഭിത്തിയിൽ ഇരിക്കുകയാണ് ധ്രുവും സഹോദരിമാരും. മുറ്റത്തിൻ്റെ വടക്കുഭാഗത്ത് കാറ്ററിംഗുകാർ അവരുടെ പണി തുടങ്ങിയിരുന്നു. രശ്മയും മണിമോളും ക്ഷിപ്രയും ധ്രുവിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നെ അപ്പച്ചി തല്ലിയേട്ടാ. ക്ഷിപ്രയുടെ ഒച്ചപ്പതറി. അവർക്കായിരുന്നു അച്ഛനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ഏറ്റവും താല്പര്യം. ധ്രുവ് അമർത്തി മൂളി. കായലിൽ അങ്ങിങ്ങ് ചെറുവള്ളങ്ങളുണ്ടായിരുന്നു. ധ്രുവ് ശ്രദ്ധിച്ചു. അതിലിരിക്കുന്നവർ അവിടേക്ക് ഉറ്റുനോക്കുന്നു. എന്നെയും മണിമോളെയും അപ്പച്ചി ഭീഷണിപ്പെടുത്തി. കല്യാണത്തിന് സമ്മതിക്കണമെന്നും സന്തോഷം ഭാവിക്കണമെന്നും. രശ്മയുടെ ആവലാതി. പോട്ടെ. അവൻ അവരെ ആശ്വസിപ്പിച്ചു. എങ്കിലും അവൻ്റെ പോലീസ് ബുദ്ധിയിൽ ചില സംശയങ്ങൾ രൂപം കൊണ്ടു. പെട്ടെന്ന് മണിമോൾ കാറ്ററിംഗുകാരിൽ ഒരാൾക്ക് നേരെ കൈ ചൂണ്ടി. അയാൾ രാവിലെ കല്യാണത്തിനുണ്ടായിരുന്നില്ലല്ലോ. ധ്രുവും ക്ഷിപ്രയും രശ്മയും തിരിഞ്ഞു നോക്കി. കറുത്തുക്കുള്ളനായ ഒരാൾ. അയാളും അവരുടെ നോട്ടം കണ്ടു. ഉടൻ സൂത്രത്തിൽ പിന്നോട്ട് മാറി. ആകെ കൂടി ഒരു പൊരുത്തക്കേട് തോന്നി ധ്രുവിന്. എങ്കിലും അവൻ മറുപടി നൽകിയില്ല. രാത്രി 9:30 പത്മം തീന്മേശയിൽ ഭക്ഷണം നിരത്തി. ഭാരതിയമ്മാൾ കൂടി സഹായിച്ചു. പത്മം തന്നെയാണ് എല്ലാവരെയും ഭക്ഷണത്തിന് ക്ഷണിച്ചത്. എന്നാൽ ധ്രുവും ക്ഷിപ്രയും മാത്രം വന്നില്ല. അവർ പിന്നെ കഴിച്ചോളും, ചാന്നാർ പറഞ്ഞു. പക്ഷേ അവർ അന്ന് അത്താഴം കഴിച്ചില്ല. ഭാരതിയമ്മാൾ പത്മത്തോട് പറഞ്ഞു. എങ്കിലും നീ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ല്. എനിക്കുറക്കം വരുന്നു. ശരി നാത്തൂനെ. ഒരു ഗ്ലാസ് പാലുമായി പത്മ വിശ്വരൂപൻ ചാന്നാരുടെ അടുത്തേക്ക് പോയി. അയാൾ കാത്തിരിക്കുകയായിരുന്നു. അവൾ അകത്ത് കയറി വാതിൽ ചാരി. പിന്നെ അയാൾക്ക് പാൽ നീട്ടി. ഞാൻ പാല് കുടിക്കാറില്ല. വേണമെങ്കിൽ ഒരു സ്മോൾ അടിക്കാം. ചാന്നാർ ചിരിച്ചു. വേണ്ട മോനെ. ഇന്നത്തെ ദിവസം കുളമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ പാൽ ഗ്ലാസ് ടീപ്പോയിലേക്ക് വയ്ക്കാൻ ഭാവിച്ചു. നീ കുടിക്കുന്നില്ലേ? ചേട്ടൻ കുടിക്കാതെ. അത് സാരമില്ല, നീ കുടിക്ക്, അയാൾ നിർബന്ധിച്ചു. അവൾ പകുതി കുടിച്ചു. ചാന്നാർ അവളുടെ കൈക്ക് പിടിച്ച് തൻ്റെ അരികിലെത്തി. സ്പോഞ്ചിൻ്റെ മാർദ്ദവമായിരുന്നു അവൾക്ക്. ആഭരണങ്ങൾക്ക് പത്മം നേരത്തെ അയച്ചു വച്ചിരുന്നു. വിശ്വരൂപൻ ചാന്നാർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പത്മം. ധ്രുവം ക്ഷിപ്രയും നിന്നോടത്ര അടുപ്പം കാണിച്ചെന്ന് വരില്ല. അതിൽ നിനക്കൊന്നും തോന്നരുത്. അവൾ തലയിളക്കി. അവരിപ്പോൾ എൻ്റെയും കൂടി മക്കളല്ലേ വിശ്വട്ടാ. എനിക്കെന്ത് തോന്നാൻ? മാത്രമല്ല ഏട്ടൻ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ അവരെ ഞാൻ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ മെരുക്കിയിരിക്കും. ചാന്നാർക്ക് സന്തോഷമായി. അക്കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. എന്നെപ്പോലെ നീ മയക്കി കളഞ്ഞില്ലേ? പോ ചേട്ടാ. അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഉന്മത്തമായ ഒരു ഗന്ധമായിരുന്നു അവൾക്ക്. വാ, ചിലത് കാട്ടിത്തരാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വരൂപൻ എഴുന്നേറ്റു. പിന്നെ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു ലോക്കർ തുറന്നു. നോക്ക്, അയാൾ കഴിച്ചുകൊണ്ടി. പത്മം കണ്ടു ആഭരണങ്ങളുടെ ഒരു കൂമ്പാരം. അടുക്കി വെച്ചിരിക്കുന്ന 1000-ൻ്റെ കെട്ടുകൾ. ഈ സ്വർണം മുഴുവൻ അനസൂയയുടേതാ. 1000 പവനിൽ കുറയില്ല. ഓരോ പുതിയ ഫാഷൻ കാണുമ്പോഴും അവൾ വാങ്ങിയത്. പക്ഷേ ഒന്നും ധരിക്കാറില്ലായിരുന്നു. മക്കൾക്ക് വേണ്ടിയുള്ള കരുതൽ. ഞാൻ അങ്ങനെ തന്നെയായിരിക്കും ചേട്ടാ. അത് വേണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. അയാൾക്ക് തൃപ്തിയായി. പക്ഷേ ഇത്രയും തന്നെ ഇവിടെ സൂക്ഷിക്കുന്നത് ശരിയാണോ? ബാങ്ക് ലോക്കറിൽ കൊണ്ടുവച്ചുകൂടെ? അയാൾ ചിരിച്ചുകൊണ്ട് ലോക്കർ അടച്ചു. ഒരു കള്ളനും ഇവിടെ വരില്ല. പിന്നെ അവളെ ചുറ്റിപ്പിടിച്ചു. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടാണ് ക്ഷിപ്ര ഉണർന്നത്. അവൾ അടുത്ത് കിടന്നിരുന്ന രശ്മയെയും മണിമോളയെയും നോക്കി. മൂടി പുതച്ച് കിടക്കുകയാണ്. എടി, എന്തൊരു ഉറക്കമായത്? അവൾ അവരെ വിളിച്ചു. അനക്കമില്ല. വെളിച്ചത്തിൻ്റെ ചീളുകൾ ജനാല കട്ടനിലൂടെ അടിച്ചു വരുന്നുണ്ടായിരുന്നു. എടി, എഴുന്നേൽക്കാൻ. അപ്പോഴും അനക്കമില്ല. സാധാരണ വിളിക്കുമ്പോൾ അവർ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് തങ്ങൾക്കിടയിൽ അമർത്തി കിടക്കാറുള്ളതാണ്. ക്ഷിപ്രയ്ക്ക് ദേഷ്യം വന്നു. എഴുന്നേൽക്കാൻ ലേഡി പറഞ്ഞത്. ഇത്തവണയും അനക്കമില്ല. ക്ഷിപ്ര കിടുങ്ങിപ്പോയി. അവൾ ബെഡ്ഷീറ്റ് വലിച്ചു നീക്കി. ഇരുവരെയും കുലുക്കി വിളിച്ചു. അവരുടെ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു. മൂക്കിൽ നിന്ന് ഒലിച്ചിരിക്കുന്ന ചോരച്ചാൽ. ഏട്ടാ. അലറി വിളിച്ചുകൊണ്ട് അവൾ കട്ടിൽ നിന്ന് ചാടി. വാതിൽ വലിച്ചു തുറന്നു. അപ്പുറത്തെ മുറിയിൽ നിന്ന് ധ്രുവ് ഓടിയെത്തി. എന്താടി? അകത്തേക്ക് കൈ ചൂണ്ടിയതല്ലാതെ അവൾക്ക് മിണ്ടാനായില്ല. ധ്രുവിന് അപകടത്തിൻ്റെ ചൂരടിച്ചു. അവൻ അവിടേക്ക് ഓടി. അടുത്ത നിമിഷം അവൻ്റെ ഒച്ചയും മാളികയെ നടുക്കി. അത് കേട്ട് വിശ്വരൂപൻ ചാന്നാർ ചാടി എഴുന്നേറ്റു. പത്മം, എന്തോ കുഴപ്പമുണ്ട്. അയാൾ അവളെ വിളിച്ചു. പത്മത്തിനും അനക്കമില്ല. അത് ശ്രദ്ധിക്കാതെ അയാൾ പുറത്തേക്ക് ഓടി. അപ്പോൾ കോണിപ്പടി ഓടിയിറങ്ങി വരുന്ന മകളെ കണ്ടു. എന്താ മോളെ? അവിടെ രശ്മയും മണിമോളും. ബാക്കി കേൾക്കാൻ നിൽക്കാതെ ചാന്നാർ മുകളിലേക്ക് പാഞ്ഞു. അതിനിടെ ക്ഷിപ്രയോട് പറഞ്ഞു. നീ ഭാരതിയെ വിളിക്ക്. ക്ഷിപ്ര അപ്പച്ചിയുടെ മുറിയിലെത്തി. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് കാൽവെച്ച അവൾക്ക് അടുത്ത നടുക്കമേറ്റു. തറയിൽ കിടക്കുന്ന ഭാരതി. അവരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോര തറയിൽ പരന്നിരിക്കുന്നു.
അപ്പച്ചി! ക്ഷിപ്രയുടെ അടുത്ത അലർച്ച. ഭാരതിയമ്മാളുടെ തുറച്ച കണ്ണുകൾ അപ്പോഴും ചാട്ടുള്ളി പോലെ തൻ്റെ നേർക്കാണെന്ന് തോന്നി അവൾക്ക്. രശ്മയുടെയും മണിമോളുടെയും അടുത്തായിരുന്ന വിശ്വരൂപൻ ചാന്നാരും ധ്രുവും നടുങ്ങിത്തിരിഞ്ഞു. നീ അങ്ങോട്ട് ചെല്ലടാ! നിലവിളി പോലെയായിരുന്നു ചാന്നാരുടെ ശബ്ദം. ധ്രുവ് പുറത്തേക്ക് കുതിച്ചു. മക്കളെ, എൻ്റെ പൊന്നു മക്കളെ! ചാന്നാർ രശ്മയെയും മണിമോളെയും കുലുക്കി വിളിക്കുകയാണ്. വാടിയ താമര തണ്ട് പോലെയായിരുന്നു ഇരുവരും. പെട്ടെന്ന് മണിമോളുടെ വായിൽ നിന്ന് ഒരു കവിൾ കൊഴുത്ത ചോര കൂടി പുറത്തേക്ക് ചാടി. മോളെ! ചാന്നാർ ദഡ്തിയിൽ ഒരു തുണിയെടുത്ത് അവളുടെ ചോരയൊപ്പി. ഭാരതിയമ്മാളുടെ മുറിയിലേക്ക് കാൽകുത്തിയ ധ്രുവ് ഭിത്തിയിൽ ചാരി ഏതു നിമിഷവും നിലം പൊത്തുവാൻ പാകത്തിൽ നിൽക്കുന്ന ക്ഷിപ്രയെയാണ് കണ്ടത്. അവളോട് എന്തെങ്കിലും ചോദിക്കും മുമ്പ് തന്നെ അവൻ കിടിലം കൊള്ളിക്കുന്ന ആ കാഴ്ച കൂടി സാക്ഷിയായി. ചോരയ്ക്കുള്ളിൽ വിറങ്ങലിച്ച് കിടക്കുന്ന അപ്പച്ചി. കഴുത്തിലെ ഞരമ്പുകൾ അപ്പോഴും വലിഞ്ഞു മുറുകി നിൽക്കുന്നത് പോലെ. കൈകൾ നെഞ്ചിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു കുതിപ്പിൽ ധ്രുവ് അവരുടെ അടുത്തെത്തി കൈപിടിച്ച് പൾസ് നോക്കി. തണുപ്പ് ബാധിച്ചത് വരുന്നത് പോലെ. ഒരു നിമിഷം കൂടി അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. ക്ഷിപ്രേ, വാ! പറഞ്ഞുകൊണ്ട് ധ്രുവ് ഓടി. അപ്പോൾ വീണ്ടും കോളിംഗ് ബെൽ കരഞ്ഞു. അതാരാണെന്ന് നോക്കടി! വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മുറിയിലെത്തി. ഫോണെടുത്ത് തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കും 108 ആംബുലൻസ് സർവീസിലേക്കും വിളിച്ചു. തുടർന്ന് രശ്മയ്ക്കും മണിമോളും കിടന്നിരുന്ന മുറിയിലെത്തി. മോനെ ധ്രുവേ! ഇവരെ കരുത്തനായ വിശ്വരൂപൻ ചാന്നാർ പൊട്ടിക്കരയുകയാണ്. അമ്മ മരിച്ചപ്പോൾ പോലും അച്ഛൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വന്നിരുന്നില്ലെന്ന് ധ്രുവ് ഓർത്തു. ഒക്കെ ഉള്ളിലടക്കി തങ്ങൾ മക്കളെ ആശ്വസിപ്പിക്കുകയാണെന്ന് ചെയ്തത്. എന്താ മോനെ ഈ നടന്നത്? ചാന്നാരുടെ കടിച്ചു പിടിച്ച ചുണ്ടിൽ നിന്ന് വിറപ്പൂണ്ട വാക്കുകൾ പുറത്തു ചാടി. അതറിയത്തില്ല അച്ഛാ. അച്ഛൻ വേഗം ഒരുങ്ങ്. എത്രയും വേഗം നമുക്ക് ഇവരെ ആശുപത്രിയിൽ എത്തിക്കണം. അവൻ തിടുക്കപ്പെട്ടു. ക്ഷിപ്ര! അവളെന്തിനാ നിലവിളിച്ചത്? ഭാരതിയും ഇതുപോലെയാണ് അച്ഛാ. ഒരു നിമിഷത്തെ നിശബ്ദത. തലയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം നടന്നു രൂപൻ ചാന്നാർക്ക്. പത്മം അനക്കമില്ലാതെ കിടന്നത് അയാൾ പെട്ടെന്നോർത്തു. ചാന്നാർ വേഗം കോണിപ്പടികൾ ഇറങ്ങി. അപ്പോൾ മുന്നിലെ വാതിൽ തുറക്കുകയായിരുന്ന ക്ഷിപ്ര മുന്നിൽ സ്രാവ് മജീദിനെ കണ്ടു. അങ്ങത്ത്. ചോദിക്കുമ്പോഴേക്കും അയാളുടെ കണ്ണുകൾ ചാന്നാറിൽ പതിഞ്ഞു. എന്താ മജീദേ? ചാന്നാർ വിളിച്ചു ചോദിച്ചു. സേവ്യർ! മജീദ് വെക്കി. അവനെ ടൈറ്റാനിക് ബാബു കടിച്ചു കൊന്നു. മുഴുവൻ കേൾക്കാൻ നിന്നില്ല ചാന്നാർ. അയാൾ തൻ്റെ കിടപ്പുമുറിയിലേക്ക് ഓടി. പത്മം! വാതിൽക്കലെത്തിയപ്പോഴേ ഉച്ചത്തിൽ വിളിച്ചു. മറുപടിയില്ല. നേരത്തെ കിടന്നതുപോലെ തന്നെ. അകത്തേക്ക് കുതിച്ചെത്തിയ ചാന്നാർ മിന്നൽ പോലെ മറ്റൊരു ദൃശ്യം കണ്ടു. തൻ്റെ സേഫ് തുറന്നു കിടക്കുന്നു. അതിനുൾഭാഗം ശൂന്യം. 1000ഓളം പവൻ സ്വർണ്ണാഭരണങ്ങളും ലക്ഷക്കണക്കിന് രൂപയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഞെട്ടൽ കൂടി. ഇതിനിടെ വീടും കൊള്ളയടിക്കപ്പെട്ടു. പത്മം! എടീ! കിടക്കയിലിരുന്ന വിശ്വരൂപൻ ചാന്നാർ അവരെ കുലുക്കി വിളിച്ചു. അനക്കമില്ല. അപ്പോൾ ശ്രദ്ധിച്ചു. വായിൽ നിന്ന് കവിളിലൂടെ ഒഴിച്ചിരിക്കുന്ന ചോരയുടെ ഒരു നൂൽച്ചാൽ. വെളുത്ത കിടക്കവിരിയിലും 4-5 ചോരത്തുള്ളികൾ പടർന്നിരിക്കുന്നു. പത്മം! ചാന്നാരുടെ അലർച്ച തൊണ്ട പിളർന്നു പോയതുപോലെ കാറ്റായി പുറത്തു വന്നു. അകത്തെ ബഹളങ്ങൾ കേട്ട് പാചകക്കാർ പരിഭ്രമിച്ചു. അവർക്കൊന്നും പിടികിട്ടിയില്ല. ചോദിക്കാൻ ആരും പുറത്തേക്ക് വന്നുമില്ല. ചാന്നാർ ചാടി എഴുന്നേറ്റു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ പത്മത്തിൻ്റെ മൂക്കിന് മീതെ കൈവച്ച് നോക്കി. നേരിയ ശ്വാസമുള്ളതുപോലെ. 10 മിനിറ്റ് കഴിഞ്ഞു. പുല്ലുകുളങ്ങര വലിയഴീക്കൽ റോഡിൽ കൊച്ചിയുടെ ജെട്ടിയിൽ നിന്ന് കായംകുളം കായലിന് കുറുകെയുള്ള പാലത്തിലൂടെ 3 ആംബുലൻസുകൾ സൈറനിട്ട് അലറിപ്പാഞ്ഞു വന്നു. രാവിലെ നടക്കാനിറങ്ങിയവരും കായലിലെ ചെമ്മീൻ പിടുത്തക്കാരുമൊക്കെ കാര്യമറിയാതെ വെട്ടിത്തിരിഞ്ഞു നോക്കി. ധ്രുവ് ചാന്നാർ 2ാം നിലയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ബാൽക്കണിയിലെത്തി. റിമോട്ട് ഉപയോഗിച്ച് ഗേറ്റ് തുറന്നു കൊടുത്തു. അടുത്ത നിമിഷം ആംബുലൻസുകാർ മതിൽക്കെട്ടിനുള്ളിലേക്ക് വന്ന് വെള്ളച്ചരലിൽ വട്ടം തിരിഞ്ഞു. തൊട്ടു പിന്നാലെ തൃക്കുന്നപ്പുഴ SI അലക്സ് ബെഞ്ചമിനും പോലീസും എത്തി. ഇതിനിടെ സ്രാവ് മജീദ് വിളിച്ചതിനനുസരിച്ച് വലിയഴീക്കിലെ ഏതാനും മത്സ്യത്തൊഴിലാളികളും എത്തിയിരുന്നു. എല്ലാവരും ചേർന്ന് ഭാരതിയമ്മാളെയും രശ്മിയെയും മണിമോളെയും പത്മത്തെയും പുറത്തേക്കെടുത്തു. ആംബുലൻസുകളിൽ പിൻസീറ്റുകൾ തുറക്കപ്പെട്ടു. ജീവനക്കാർ സ്ട്രെച്ചറുമായി കുതിച്ചിറങ്ങി. രശ്മയും മണിമോളും ഒരു ആംബുലൻസിൽ, മറ്റൊന്നിൽ പത്മം, 3ാമത്തേതിൽ ഭാരതിയമ്മാൾ. മണിമോൾക്കും രശ്മയ്ക്കുമൊപ്പം ചാന്നാർ കയറി. ധ്രുവ ഭാരതിയമ്മാളുടെ പുറകെ. ക്ഷിപ്രയും സ്രാവ് മജീദും പത്മത്തോടൊപ്പം. ധ്രുവ്: ഞാനും വരുന്നു ഹോസ്പിറ്റലിലേക്ക്. ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കാം. അലക്സ് ബെഞ്ചമിനും ആംബുലൻസുകൾക്ക് പിന്നാലെ ജീപ്പിൽ പോയി. 2 പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് നിർത്തി. ഇതൊക്കെ കണ്ട് പാചകക്കാർ സ്തബ്ധരായി. അവർ മുറ്റത്ത് അവശേഷിച്ചവരോട് കാര്യം തിരക്കി. 8 മിനിറ്റ് കൊണ്ട് വാഹനവ്യൂഹം കായംകുളം ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലേക്ക് ഇരച്ചു കയറി നിന്നു. SI വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഡ്യൂട്ടി ഡോക്ടർമാരും മറ്റും തയ്യാറിലായിരുന്നു. ആംബുലൻസിലെ സ്ട്രെച്ചറിൽ തന്നെ അവരെ അകത്തെത്തിച്ചു. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഡോക്ടർമാർ ഒരു കാര്യം ഉറപ്പിച്ചു. രശ്മയുടെ പ്രാണൻ ബാക്കിയില്ല. മണിമോളിലും പത്മത്തിലും ഭാരതിയമ്മോളിലും ജീവൻ്റെ തുടിപ്പുകൾ ബാക്കിയുണ്ട്. അവരെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. ഡോക്ടർ ധ്രുവിനെ അടുത്ത് വിളിച്ചു കാര്യം പറഞ്ഞു. പിന്നെ തിരക്കി. എന്താണുണ്ടായത്? അവൻ അറിയാവുന്നത്രയും ചുരുക്കി പറഞ്ഞു. ഡോക്ടർ തലയാട്ടി. ഒന്ന് ഞാൻ പറയാം മിസ്റ്റർ ധ്രുവ്. അവരുടെ ഉള്ളിൽ പോയിസൺ കലർന്നിട്ടുണ്ട്. അത് എന്തിലൂടെയാണെന്ന് മാത്രം ഇപ്പോൾ പറയാൻ പറ്റില്ല. ധ്രുവിൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു വെള്ളിടി വെട്ടി. പോയിസൺ? അതെങ്ങനെ അവരിൽ മാത്രം? ചിന്തയോടെ അവൻ അച്ഛനും ക്ഷിപ്രയിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. മോനെ!
വിശ്വരൂപൻ ചാന്നാർ ചാടി എഴുന്നേറ്റു. ഡോക്ടർ എന്തു പറഞ്ഞു? ഒരു നിമിഷത്തേക്ക് അവന് വാക്കുകൾ കിട്ടിയില്ല. പിന്നെ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധ്രുവ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, എന്താണെങ്കിലും പറഞ്ഞോ? ചാന്നാർ പല്ലുകൾ കടിച്ചു പിടിച്ചു. എന്തു കേൾക്കാൻ ഒരുങ്ങിയാ ഞാൻ നിൽക്കുന്നത്? അച്ഛൻ്റെ വിറപ്പുണ്ട വിരലുകൾ തൻ്റെ പുറത്ത് അള്ളിപ്പിടിക്കുകയാണെന്ന് ധ്രുവ അറിഞ്ഞു. അച്ഛാ, റഷ്മമോള് പോയി. ഒരു മരവിപ്പ് പ്രകൃതിക്ക് പോലും. ചാന്നാറിൻ്റെ വിരലുകൾ അയഞ്ഞു. അയാൾ കസേരയിലേക്ക് ഊർന്നു വീണു. അച്ഛാ, ക്ഷിപ്ര അയാളെ താങ്ങി പിടിച്ചുകൊണ്ട് വിലപിച്ചു. SI അലക്സ് ബെഞ്ചമിൻ ഓടിയെത്തി. ഒരു അറ്റൻഡറെ വിളിച്ച് ചാന്നാരെയും വേഗം ഡോക്ടറുടെ അടുത്തേക്ക് മാറ്റി. ചേട്ടാ, ക്ഷിപ്ര അവൻ്റെ വിരലുകളിൽ പിടിമുറുക്കി. റഷ്മമോള്, ഇതൊക്കെ എങ്ങനെയാ ഏട്ടാ? എല്ലാവരും ഒരുപോലെ? ധ്രുവിന് പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്ഷിപ്ര തേങ്ങി. പോട്ടെ മോളെ, ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതാം. അവൻ അവളുടെ ശിരസിൽ തലോടി. അങ്ങനെ പറയുമ്പോഴോ അവൻ്റെ ഉള്ളിൽ ഒരു ലാവ തിളച്ചുകൊണ്ടിരുന്നു. ഒരു നേഴ്സ് തിടുക്കത്തിൽ അവിടേക്ക് വന്നു. ആരാ ധ്രുവ്? ഞാനാ, ഡോക്ടർ വിളിക്കുന്നു. ക്ഷിപ്രയെ കസേരയിലെത്തിയിട്ട് അവൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. ഒപ്പം SIയും ചെന്നു. ആ കുട്ടിയുണ്ടല്ലോ, എന്താ പേര്? ഡോക്ടർ തിരക്കി. മണിമോൾ, അവൻ്റെ ഒച്ച ചിലമ്പി. അവളുടെ നില ക്രിട്ടിക്കലാണ്. എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇവിടുത്തെ സ്റ്റാഫിനെ കൂടി ഞാൻ അയക്കാം. ഡോക്ടർ അപ്പച്ചിയും പത്മം ചെറിയമ്മയും അവരെ കൊണ്ടുപോകണമെന്നില്ല. പക്ഷേ 3 പേരെയോ ഒന്നിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ അങ്ങനെയാവാൻ ഡോക്ടർ. അവൻ തലയാട്ടി. പിന്നെ അച്ഛൻ മിസ്റ്റർ ചാന്നാരല്ലേ? എനിക്കറിയാം. അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രഷർ കൂടിയതാണ്. ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഡോക്ടർ, ഞങ്ങൾ എത്രയും വേഗം. 2 മിനിറ്റ്. ഡോക്ടർ കാഷ്വാലിറ്റിയിലേക്ക് പോയി. വലിയ അഴീക്കൾ വാർത്ത പരന്നത് കാറ്റിൻ്റെ വേഗത്തിലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ആളുകൾ പല വാഹനങ്ങളായി എത്തിക്കൊണ്ടിരുന്നു. കാര്യം വ്യക്തമായി അറിയില്ലെങ്കിലും നാട് മുഴുവൻ നടുക്കത്തിലാണ്. ആംബുലൻസിൽ ഭാരതിയും മണിമോളും പത്മവുമായി ധ്രുവും ക്ഷിപ്രയും ഇരുന്നു. ആംബുലൻസ് പാഞ്ഞു. സ്രാവും മജീദടക്കം കുറേയേറെ പേർ 4 വാഹനങ്ങളായി പിന്തുടർന്നു. റഷ്മയുടെ മൃതദേഹം SIയുടെ നിർദ്ദേശാനുസരണം മോർച്ചയിലേക്ക് മാറ്റി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിശ്വരൂപൻ ചാന്നാർ പുറത്തു വന്നു. അയാളുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി സംസാരിച്ചത് SI അലക്സാണ്ടർ ബെഞ്ചമിനാണ്. എനിക്കും വണ്ടാനത്തിന് പോകണം, ചാന്നാർ ക്ഷണിച്ചു. തൽക്കാലം വേണ്ട. ധ്രുവൻ ക്ഷിപ്രയെ ആവശ്യത്തിലധികം ആളുകളും പോയിട്ടുണ്ടല്ലോ. പിന്നെ ഈ നടന്നതൊന്നും യാദൃശ്ചികമല്ല. എ പ്ലാൻ പ്ലേ. അതുകൊണ്ട് അങ്ങ് സഹകരിക്കണം. വീട്ടിലെ ഒരു വസ്തുവിൽ പോലും ഞങ്ങൾ പരിശോധിക്കാതെ സ്പർശിക്കരുത്. ദീർഘനിശ്വാസത്തോടെ ചാന്നാർ തലയാട്ടി. വന്നവരിൽ പലരും വലിയ അഴീകിലേക്ക് മടങ്ങുവാൻ അയാളെ നിർബന്ധിച്ചു. അവസാനം അയാൾ വഴങ്ങി. പോലീസ് ജീപ്പിലാണ് വിശ്വരൂപൻ ചാന്നാരെ വീട്ടിലെത്തിച്ചത്. അവിടെ ജനപ്രളയമായിരുന്നു. മുറ്റത്തും റോഡിലും കായൽക്കരയിലുമൊക്കെ. ഒപ്പം പത്രക്കാരും ചാനലുകാരും. ചാന്നാരെ കണ്ടതേ അവർ വളഞ്ഞു. ഒന്നും സംസാരിക്കാൻ അനുവദിക്കാതെ വല്ലവിധേനയും അലക്സ് ബെഞ്ചമിൻ ചാന്നാരെ വീട്ടിനുള്ളിൽ കയറ്റി. തുടർന്ന് DYSPക്കും CIക്കും മെസ്സേജ് നൽകി. കൂടുതൽ പോലീസ് ഫോഴ്സിനെയും ആവശ്യപ്പെട്ടു. ചാന്നാർ ഓരോരുത്തരുടെയും കിടപ്പുമുറികൾ SIക്ക് കാട്ടിക്കൊടുത്തു. ബെഞ്ചമിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും പരതി നടന്നു. തെളിവായി ഒന്നും കിട്ടിയില്ല. അവസാനം ചാന്നാറിൻ്റെ മുറിയിൽ പകുതി ഒഴിഞ്ഞ പാൽ ഗ്ലാസ് കണ്ടു. അയാൾ കർച്ചീഫ് ചേർത്ത് അതെടുത്തു പോലീസുകാരനെ ഏൽപ്പിച്ചു. ലാബിലേക്ക് അയക്കാൻ. ഇന്നലെ ഇവിടെ ഭക്ഷണമുണ്ടാക്കിയത് ആരാ? തിരികെ ഹാളിലെത്തിയപ്പോൾ SI ചാന്നാരെ നോക്കി. സാധാരണ ജോലിക്കാരാണ് ചെയ്യാറുള്ളത്. ഇന്നലെ അതെനിക്കറിയില്ല. ജോലിക്കാരിവിടെ ഉണ്ടോ? ഉണ്ടാവണം. അലക്സ് ബെഞ്ചമിൻ ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചു. 2 മിനിറ്റിനുള്ളിൽ ജോലിക്കാരി മുന്നിലെത്തി. അവരാകെ പരിഭ്രമിച്ച് വിളറിയിരുന്നു. എന്താ നിങ്ങളുടെ പേര്? SI കടുപ്പിച്ച് അവരെ നോക്കി. അശ്വതി എന്നാ. അവരുടെ ഒച്ച വിറച്ചു. ഇന്നലെ അത്താഴത്തിന് നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? ഞാനല്ല സാർ അത്താഴം വെച്ചത്. അവരുടെ തല കുനിഞ്ഞു. നേരെ നോക്കാൻ. അവർ പേടിച്ച് മുഖമുയർത്തി. പിന്നെ ആരാ? പത്മം കൊച്ചമ്മ. എല്ലാം തനിയെ ചെയ്തോളാമെന്ന് പറഞ്ഞു. പിന്നെ ഭാരതി കൊച്ചമ്മയും ഉണ്ടായിരുന്നു. SI അമർത്തി മൂളി. പിന്നെ മാറ്റി പറയാൻ ഉണ്ടാകരുത്. അവർ മിണ്ടിയില്ല. പോയിക്കോ, ഇവിടെ തന്നെ കാണണം. പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ അവർ പോയി. DYSPയും CIയും എത്തി. കുറേ പോലീസുകാരും. അവർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച് ജനത്തെ ഗേറ്റിന് പുറത്തേക്ക് മാറ്റി. അപ്പോൾ അവർ കായലിലൂടെ വെള്ളത്തിൽ വന്ന് വിവരങ്ങൾ അറിയാൻ കാത്തുകിടന്നു. അലക്സ് ബെഞ്ചമിൻ DYSPയുടെ സാന്നിധ്യത്തിൽ പാർട്ടി ഒരുക്കാനെത്തിയ പാചകക്കാരെ ചോദ്യം ചെയ്തു. നിങ്ങൾ എത്ര പേരുണ്ട്? 6 പേർ, പ്രധാനി അറിയിച്ചു. ബെഞ്ചമിൻ എണ്ണി നോക്കി. എന്നിട്ട് ഒരാളെവിടെ? ബാക്കി 5 പേരും അമ്പരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു സാർ. എങ്കിൽ വിളിച്ചോണ്ട് വരിക. പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇങ്ങ് തരിക. 5 പേരിലും ഒരു പതർച്ചയുണ്ടായി. എങ്കിലും ഫോൺ കൊടുത്തു. SI അത് ASIയെ ഏൽപ്പിച്ചു. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. നിങ്ങൾ എന്ത് ഭക്ഷണമാണ് അകത്തേക്ക് കൊടുത്തത്? കൊടുത്തില്ല സാർ. ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ആര്? ഭാരതി കൊച്ചമ്മ. ശരി, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. 6-ാമനെ വിളിച്ചുകൊണ്ടുവരണം. വരാം സാർ. അവർ അയാളെ നോക്കിപ്പോയി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും എത്തി. ലോക്കറിൻ്റെയും മറ്റും അടുത്തെത്തി. മണം പിടിച്ച പോലീസ് നായ് ജിമ്മി നേരെ അടുക്കളവാതിൽ വഴി പുറത്തു ചാടി. പിന്നെ പാചകക്കാർ നിൽക്കുന്നിടത്തേക്ക്. അവർ പരിഭ്രമിച്ചു പോയി. പക്ഷേ അവരെ കടന്നുപോയ ജിമ്മി കായൽക്കരയിലെത്തി വെള്ളത്തിലേക്ക് കുരച്ചു കൊണ്ടുനിന്നു. കവർച്ചക്കാർ പോയത് ജലമാർഗമാണെന്ന് പോലീസിന് മനസ്സിലായി. പെട്ടെന്ന് ഓർത്തതുപോലെ SI അലക്സ് ബെഞ്ചമിൻ പാചകക്കാരെ അടുത്ത് വിളിച്ചു.
എന്തിയടോ ആറാമൻ? അവർക്ക് ഉത്തരമില്ല. സാർ, കായലിൽ വെള്ളത്തിലിരുന്നവർ വിളിച്ചു പറഞ്ഞു. 2 മിനിറ്റായി കാണും സാർ. അയാളാണോ? ഒരുത്തൻ ഫോൺ ചെയ്തുകൊണ്ട് ഇവിടേക്ക് വന്നു. അപ്പോൾ ഒരു ചെറിയ ഫിഷിംഗ് ബോട്ടും വന്നു. അയാൾ അതിൽ കയറിപ്പോയി. ഏ? അലക്സ് ബെഞ്ചമിൻ വെട്ടിത്തിരിഞ്ഞു. പിന്നെ കൈവീശി പാചകക്കാരുടെ ലീഡറുടെ കവളടക്കൊന്ന് പൊട്ടിച്ചു. എവിടെ പോയതാടാ അവൻ? അറിയത്തില്ല സാറേ. അയാൾ തൊഴുതു പോയി. ഞങ്ങൾ വിളിച്ചിട്ട് നിന്നില്ല. SI പോലീസുകാരെ വിളിച്ചു. അവർ എത്തി. ഇവിടെ കസ്റ്റഡിയിലെടുത്തേരെ. സാർ, പോലീസുകാരുടെ പിടിയിലായി പാചകക്കാർ. ഇര വീണ് കിട്ടിയതുപോലെ ചാനലുകാർ ആ രംഗം ക്യാമറയിൽ പകർത്തി. ഫോറൻസിക് വിദഗ്ധർ എല്ലാ ഭാഗത്തും ഫിംഗർ പ്രിന്റ് ശേഖരിക്കുകയായിരുന്നു. ഉദയാസ്തമയത്തിന്റെ വിശാലമായ ഹാളിൽ തളർന്നിരുന്ന വിശ്വരൂപൻ ചാന്നാർ. അയാൾക്കരികിൽ സ്ഥലം MLA ശ്രീനിവാസനുമുണ്ട്. വിശ്വരൂപ, ഈ നേരത്തെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. MLA പൂർത്തിയാക്കും മുമ്പ് വിശ്വരൂപൻ ചാന്നാരുടെ ഫോൺ റിംഗ് ചെയ്തു. ധ്രുവായിരിക്കുമെന്ന് കരുതിയാണ് ഫോൺ എടുത്തത്. ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് നോക്കിയ ചാന്നാരുടെ മുഖം മുറുക്കി. പ്രൈവറ്റ് നമ്പർ. അവിടേക്ക് വന്ന DYSP ചന്ദ്രസേനും ആ മാറ്റം ശ്രദ്ധിച്ചു. ശ്രീനിവാസിൻ്റെയും നെറ്റിച്ചുളിഞ്ഞു. ഇരുവരും ചാന്നാരെ തുറച്ചു നോക്കി. ചാന്നാർ റിസീവിംഗ് ബട്ടൺ പ്രസ് ചെയ്തു ഫോൺ കാതോട് അമർത്തി. വിശ്വരൂപൻ. അപ്പുറത്തുനിന്ന് പതിഞ്ഞതെങ്കിലും കനമുള്ള ശബ്ദം കേട്ടു. എൻ്റെ വിശ്വരൂപത്തിൻ്റെ ഒരംശം മാത്രമാണ് നിങ്ങൾ കണ്ടതും അനുഭവിച്ചതും. എടാ! അറിയാതെ ചാന്നാരുടെ ശബ്ദം അലർച്ചയായി. വെറുതെ ശബ്ദം ഉയർത്തിയതുകൊണ്ട് മരിച്ചുപോയവർ തിരിച്ചു വരില്ല ചാന്നാരെ. എൻ്റെ വാക്കുകളെ ധിക്കരിച്ചതിന് നിങ്ങൾക്കുള്ള ആദ്യ ശിക്ഷയായിട്ടുള്ളൂ ഇത്. ഇനിയും വരും, ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ശിക്ഷകളുടെ ഘോഷയാത്രകൾ. കൊല്ലുമട നിന്നെ ഞാൻ. ചാന്നാർ ചാടി എഴുന്നേറ്റു. നല്ല തന്തയൊന്ന് നിനക്കുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാ, ഒരേ ഒരു വട്ടം എൻ്റെ മുന്നിൽ കൊത്തി നുറുക്കിക്കളയും. അയാളുടെ ശ്വാസഗതിക്ക് വേഗതയേറി. ശ്രീനിവാസനും ചന്ദ്രസേനും പരസ്പരം നോക്കി. ഇതൊക്കെ ഒരുപാട് പഴയ ഡയലോഗുകളല്ലേ ചാന്നാരെ? ഞാൻ മുന്നിൽ വന്നാലും തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് അടക്കിയ ചിരി. മോർച്ചറിയിലെ തണുത്ത മേശയിൽ വിറങ്ങലിച്ച് കിടക്കുകയല്ലേ തൻ്റെ മകൾ? അധികം വൈകാതെ വണ്ടാനത്തെ മോർച്ചറിയിലും 3 പേർ കിടക്കും. തൻ്റെ പുത്തൻ മണവട്ടി എന്ന് പറയുന്ന ആ കഴിവരുടെ മോളും തൻ്റെ പെങ്ങളും ഇളയ കുട്ടിയും. വീണ്ടും പല്ലുകടിച്ചുള്ള ചിരി. നീ നീ ചാന്നാർ രോഷത്തിൽ അടിമുടി വിറച്ചു. അതേടോ, താൻ സമ്പാദിച്ചു കൂട്ടിയതും ഒരു കരക്കാരുടെ മുഴുവൻ പിൻബലവും ഒന്നും പോരടാ എന്നെ നേരിടാൻ. ഇത്രയും കാലത്തെ തൻ്റെ പ്രതാപവും അഭിമാനവും എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഒരു പെണ്ണിനോടുള്ള തൻ്റെ ആർത്തി കാരണം കാതൽ നുള്ളി കരുതിയിരുന്നോ? ഇനിയും എത്തും തനിക്കുള്ള നടുക്കങ്ങൾ ഓരോന്നായിട്ട്. ഫോൺ കട്ടായി. ആരായിരുന്നു അത്? ആദ്യം തിരക്കിയത് DYSP ആണ്. ചാന്നാർ ഒന്ന് ഞെട്ടി. അവർ മുന്നിലുള്ള കാര്യം പോലും അയാൾ വിസ്മരിച്ചു പോയിരുന്നു. അത് വീഴും പോലെ ചാന്നാർ കസേരയിലിരുന്നു. എനിക്ക് വെള്ളം വേണം. ചന്ദ്രസേനൻ തിരിഞ്ഞ് ഒരു പോലീസുകാരനെ നോക്കി. അയാൾ അകന്നുപോയി മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലുമായി വന്നു. ചാന്നാർ അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം ഫോൺ വന്നത് ഉൾപ്പെടെ DYSPയോടും MLAയോടും പറഞ്ഞു. അവർ സ്തബ്ധരായി. ഇക്കാര്യം പിന്നെന്താ പോലീസിൽ അറിയിക്കാതിരുന്നത്? കാര്യവിവരമുള്ള ആളായിരുന്നല്ലോ താങ്കൾ. ചന്ദ്രസേനൻ്റെ വാക്കുകളിൽ നീരസം തിങ്ങി. ചാന്നാരുടെ ശബ്ദം താണു. ഞാൻ അതത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നതാണ് സത്യം. DYSP അമർത്തി മൂളി. ആ നമ്പർ? അയാൾ പറഞ്ഞു കൊടുത്തു. ചന്ദ്രസേനൻ സൈബർ സെൽ പോലീസിന് നമ്പർ കൈമാറി. പെട്ടെന്ന് SI അലക്സ് ബെഞ്ചമിൻ അവിടേക്ക് വന്നു. അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ചന്ദ്രസേനന് അരുതായ്മയുടെ ചൂരടിച്ചു. എന്താ അലക്സേ? സാർ. ചന്ദ്രസേനൻ്റെ അടുത്തേക്ക് നീങ്ങി അയാൾ ശബ്ദം താഴ്ത്തി. ചില മീൻപിടുത്തക്കാരിൽ നിന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ സത്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. കമിൻ. ചന്ദ്രസേനൻ SIയെ വിളിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. കായലിൽ വള്ളങ്ങളും ആളുകളെയും കണ്ടു. പറയൂ, DYSP നിർദ്ദേശിച്ചു. സാർ, ഇന്നലെ രാത്രിയിൽ ധ്രുവ് ഒറ്റയ്ക്ക് ബോട്ടിൽ പോകുന്നത് കണ്ടവരുണ്ട് കടലിലേക്ക്. യു മീൻ? അയാളുടെ പുരികം വളഞ്ഞു. സാർ, എൻ്റെ സംശയമാണ്. അവന് അച്ഛൻ്റെ വിവാഹത്തോട് എതിർപ്പായിരുന്നു. എന്നാൽ മരണപ്പെട്ട ഭാരതിയമ്മൾക്ക് സഹോദരൻ പത്മത്തെ വിവാഹം ചെയ്യണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. ചന്ദ്രസേനൻ തല കുടഞ്ഞു. പക്ഷേ ധ്രുവ് സ്വന്തം പെങ്ങന്മാർക്കും വിഷം കൊടുക്കുമോ? അതറിയാതെ സംഭവിച്ചു പോയതാണെങ്കിലോ സാർ? പോലീസ് നായ പോയതും കായൽ കരയിലേക്കാണ്. ചന്ദ്രസേനൻ മിണ്ടിയില്ല. മാനത്ത് വട്ടം ചുറ്റിയ ഒരു പരുന്ത് മിസൈൽ പോലെ കായലോരത്തേക്ക് പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു. കഥ തുടരും.